ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എന്ന് പറയുമ്പോൾ കേരള ഗവൺമെൻറ് മുൻ ഗവൺമെൻറ് 30 ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. ആ സ്ഥലത്ത് ഞങ്ങളറിയാതെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ അനുവാദമില്ലാതെ കുറച്ച് പേര് അതിക്രമിച്ച് കിടന്നിട്ട് ഏതാണ്ട് സ്കൂളിൻ്റെ മധ്യഭാഗത്ത് ഒരു നിർമ്മാണ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുക. അത് കണ്ടപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റ് അത് അറിയാൻ വേണ്ടി പോയപ്പോൾ ശരിക്കും അവരോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയ. പിന്നെ ആ JCB ഒക്കെ എടുത്തിട്ട് മുമ്പോട്ട് കയറ്റിയായിരുന്നു അവർ. പക്ഷെ അപ്പോൾ അവർ പറഞ്ഞത് പനങ്ങാട് പഞ്ചായത്തിൻ്റെ സമ്മതത്തോടു കൂടിയാണ് ഇവർ ഇങ്ങനെ വന്നതെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതറിഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് റൂറൽ SP-യും പിന്നെ കലക്ടറോടും പറഞ്ഞിട്ട് അത് പരിപാടി നിർത്തിവെച്ചു. ഇതെന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷന് 10-25 പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. വല്ലാത്ത അതിക്രമം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ MP അന്വേഷണത്തിൽ കൂടുതലാണ്. കുറച്ച് മുമ്പ് ആ റോഡിനടുത്ത് ഒരു ചോന്ന കൊടി കൊണ്ടുപോയി നാട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 4-5 കൊല്ലം മുമ്പാണ്. ഇപ്പം ഞാൻ പിണറായി വിജയൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് അതങ്ങോട്ട് മാറ്റിയത്. ഇപ്പം ആരാണ് അറിയില്ല, ഇങ്ങനെ വല്ലാതെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മളെ കുട്ടികളുടെ സുരക്ഷ നമുക്ക് അത് ഉറപ്പുവരുത്തുക അതിൽ നമ്മൾ ബാധ്യസ്ഥരാണ്. പെൺകുട്ടികളാണ്. 25ഓളം കുട്ടികൾ പഠിക്കുന്നതിൽ 11ഓളം നോർത്ത് ഇന്ത്യ കുട്ടികളാണ് അവിടെ ഉള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ 12-ാം തീയതി സെലക്ഷൻ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഈ കുട്ടികളുടെ ഈ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ അതിക്രമിച്ച് കടക്കാതിരിക്കാം എന്നുള്ളത് ഉറപ്പുവരുത്തണം. പനങ്ങാട് പഞ്ചായത്തും KSIDC-യും ജില്ലാ ഭരണകൂടവും കേരള ഗവൺമെൻറ് മുഖ്യമന്ത്രിയും ഇടപെട്ടിട്ട് ഈ അതിക്രമം ഒന്ന് നമുക്ക് തടയണം. മാത്രമല്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ്, മുഖ്യമന്ത്രി ഇടപെട്ട് കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം. അല്ലാത്ത പക്ഷം അത് ഇല്ലാതെ ആവുമ്പോൾ എന്നുള്ളൊരു ആശങ്കയുണ്ട്. ഇപ്പം PT ഉഷയോട് ആർക്കാണ് വൈരാഗ്യം? ഉഷയെ പോലെ ലോകം ആദരിക്കുന്ന കായിക താരത്തോട് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിനോട് വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറാനും MP ആയി എന്നതിന്റെ പേരിൽ രാഷ്ട്രീയ പകപോക്കൽ നടത്താനും ആർക്കാണ് തോന്നുക? സ്കൂൾ ഓഫ് അത്ലറ്റിക്സിന്റെ ഭൂമിയിൽ അതിക്രമം നടക്കുകയാണെന്ന് വികാരഭരിതയായി വിഷമത്തോടെയാണ് PT ഉഷ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. പനങ്ങാട് പഞ്ചായത്തിന്റെ അനുമതിയോടെ അനധികൃത നിർമ്മാണം നടത്തുന്നു എന്നാണ് ഉഷ ആരോപിക്കുന്നത്. തന്റെ സ്കൂളിന് മുന്നിൽ ചുവന്ന കൊടി നാട്ടി, അകത്തേക്ക് മാലിന്യങ്ങൾ തള്ളി. താൻ MP ആയപ്പോൾ ഉപദ്രവം കൂടി. തനിക്കൊരു പാർട്ടിയുമായും ബന്ധമില്ല, എന്നിട്ടും തന്നെ ആക്രമിക്കുന്നല്ലോ എന്ന് PT ഉഷയെ പോലെ ഒരാൾ വിഷമത്തോടെ പറയുമ്പോൾ കായിക കേരളം മാത്രമല്ല സാക്ഷര കേരളം മുഴുവനായി നാണം കെടുന്നില്ലേ? മുഖ്യമന്ത്രി ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്ന് പറയുമ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്ന പനങ്ങാട് പഞ്ചായത്തിനെ പ്രതിക്കൂട്ടിലാക്കി തന്നെ നിർത്തുകയാണോ ഉഷ? കഴമ്പുള്ള പരാതിയല്ലേ? നടത്തുന്നത് ഉഷയോട് പകപോക്കലാണോ? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. പാനലിസ്റ്റുകളായി ചർച്ചയിൽ ചേരുന്നത് കോൺഗ്രസ് നേതാവ് രാജു P. നായർ, BJP നേതാവ് ലിബിൻ ബാലുശ്ശേരി, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ, CPM-ന്റെ നേതാവ് കൂടിയായ പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM കുട്ടികൃഷ്ണൻ, ഒപ്പം സ്പോർട്സ് ലേഖകൻ CK രാജേഷ് കുമാർ എന്നിവർ ചേരുന്നു. മുൻ കായിക താരം പത്മിനി തോമസിനെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം ശ്രീ VM കുട്ടികൃഷ്ണൻ, പഞ്ചായത്തിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണല്ലോ PT ഉഷയുടെ ആരോപണം. പഞ്ചായത്തിന് അനുമതിയോടെ നടത്തുന്ന അനധികൃത നിർമ്മാണം, അതായത് പഞ്ചായത്ത് അറിഞ്ഞുകൊണ്ട് പഞ്ചായത്തിനെ കുറ്റക്കാരാക്കിക്കൊണ്ട് തന്നെയാണ് ആ ആരോപണം. വളരെ ഡയറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സാങ്കത്യമുണ്ടോ? PT ഉഷയെ പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് വളരെ ബഹുമാനത്തോടുകൂടി കാണുന്ന ഒരു ദേശീയ അത്ലറ്റിക്കാണ്. മാത്രമല്ല, പ്രത്യേകിച്ച് അവരിപ്പോൾ MP ആയതിനു ശേഷം അവരെ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പനങ്ങാട് പഞ്ചായത്തിന് കൂടി ചെയ്യാൻ വേണ്ടി കഴിയുമോ അത് ചെയ്തു കിട്ടണമെന്ന ആഗ്രഹവും പനങ്ങാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. 2008-ലാണ് PT ഉഷയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പോർട്സ് സംവിധാനം അവിടെ ആരംഭിക്കുന്നത്. ആ ആരംഭിച്ചതിന് ശേഷമുള്ള പിന്നിട്ട 15 വർഷക്കാലത്തിനിടയ്ക്ക് ഞങ്ങളവരെ നിരന്തരം ശല്യം ചെയ്യുന്നു അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു എന്ന് അവർ പറഞ്ഞതായിട്ട് കേൾക്കാൻ കഴിഞ്ഞു. അതിൽ യാതൊരു വാസ്തവമില്ല എന്നുള്ളതാണ് പ്രശ്നം. വാസ്തവമില്ല എന്ന് മാത്രമല്ല, പനങ്ങാട് ഗ്രാമപഞ്ചായത്തിന് സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാഗമായി ലഭിച്ച പൈക്ക ഫണ്ട് അത് ഉഷ സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടി വിനിയോഗിച്ച പഞ്ചായത്താണ് പനങ്ങാട് ഗ്രാമപഞ്ചായത്ത്. അതുകൊണ്ട് അവരിപ്പോൾ പറഞ്ഞിട്ടുള്ള പഞ്ചായത്ത് നിരന്തരമായി അവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയുന്നത്
അത് അവാസ്തവമാണ്. അതിന് യാതൊരു സത്യവുമില്ല, യാഥാർത്ഥ്യമായി അതിന് യാതൊരു ബന്ധവുമില്ല. അനധികൃത നിർമ്മാണം നടക്കുന്നു, അത് പഞ്ചായത്തിന്റെ അനുമതിയോടെയാണ്, സ്കൂളിന്റെ മധ്യഭാഗത്താണ് നടത്തുന്നത് എന്ന് ഉഷ പറയുന്നു. മാത്രമല്ല ഇത് പോലീസിലേക്ക് പരാതി കൊടുത്തപ്പോൾ അത് തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയും ചെയ്തതാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്നാണെന്നല്ലോ. വെറുതെയുള്ള ഒരു ആരോപണം മാത്രമായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ല, കാരണം പോലീസും ഇടപെട്ട വിഷയമാണല്ലോ. അങ്ങനെ ഒരു നിർമ്മാണം അവിടെ നടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് പഞ്ചായത്ത് അറിഞ്ഞുകൊണ്ടാണോ? അനധികൃതമെന്ന് അവരുദ്ദേശിച്ചത് അവർക്ക് അനുകൂലമായ ഒരു വാദത്തിന് വേണ്ടി ഉന്നയിച്ചാണ്. ഒരു ഗ്രാമപഞ്ചായത്തിനും അനധികൃതമായി ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നുള്ളത് സാമാന്യബോധമുള്ള ആൾക്കറിയാൻ വേണ്ടി കഴിയും. പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കിനാലൂർ എസ്റ്റേറ്റ് KSIDC വ്യവസായ വകുപ്പിന് വേണ്ടി വാങ്ങിയത് 2002 ആ സ്ഥലം അവർ വാങ്ങുന്ന സമയത്ത് അതിന് മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ആ എസ്റ്റേറ്റിൻ്റെ അകത്തുകൂടി നടന്നുപോയ നിരവധി പ്രദേശവാസികളുടെ വഴിയുണ്ടായിരുന്നു. ആ വഴി യഥാർത്ഥത്തിൽ അവർക്ക് ഉപയോഗിക്കത്തക്ക രൂപത്തിൽ KSIDCയും അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതിയും കൂടിച്ചേർന്ന് ഇരുന്ന് ചർച്ച നടത്തി അനുയോജ്യമായ രീതിയിലുള്ള വഴി സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അന്ന് ഉഷയ്ക്ക് അവിടെ സ്ഥലം ലഭിച്ചിട്ടില്ല. പിന്നീട് 2008 ഉഷയ്ക്ക് ലീസിന് 35 ഏക്കർ സ്ഥലവും KSIDCയിൽ നിന്ന് അവർ വാങ്ങിക്കുന്നത്. ആ വാങ്ങുന്ന സമയത്ത് അതിലെ കാന്തലാട് മല എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകുന്നൊരു വഴിയുണ്ട്. അവിടെ അന്ന് ഏതാണ്ട് 10-35ഓളം വരുന്ന പട്ടികജാതി കുടുംബങ്ങളാണ് താമസിക്കുന്നത്. മറ്റുള്ള ആളുകൾക്ക് അവിടെ സ്ഥലമുണ്ട്, പക്ഷെ അവരാരും അവിടെ താമസിക്കുന്നില്ല. അവർക്ക് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. ഈ പട്ടികജാതി കുടുംബങ്ങൾ അവിടെ ജോലി ചെയ്ത് അന്നന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ്. അവർക്ക് അവിടേക്ക് നടന്നു പോകുന്നതിനുള്ള ഒരു വഴി ഈ ഉഷ സ്കൂൾ വാങ്ങിച്ച സ്ഥലത്തു കൂടിയാണ് എന്നത് യാഥാർത്ഥ്യമാണ്. അവരത് വാങ്ങിച്ച സമയത്ത് തന്നെ ആ വഴി കെട്ടിയടയ്ക്കുന്നതിനൊരു ശ്രമം ആരംഭിച്ചു. സ്വാഭാവികമായിട്ടും അങ്ങനെ അവർ സ്ഥലം വാങ്ങിച്ച സമയത്ത് നിലവിലുണ്ടായിരുന്ന പെർമനൻ്റ് ആയിട്ടുള്ള 19 വർഷക്കാലം ഒരു പ്രദേശവാസികൾ ഉപയോഗിച്ച വഴി യഥാർത്ഥത്തിൽ അവർ കൊട്ടിയടയ്ക്കുന്ന സമയത്ത് ഒരു ഓൾട്ടർനേറ്റീവ് ബദൽ സംവിധാനം ഉണ്ടാക്കാൻ അവർ മുൻകൈയെടുത്ത് ശ്രമിക്കേണ്ടതല്ലേ? അതവർ ശ്രമിച്ചില്ല. ഈ വഴി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്നും പനങ്ങാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിൻ്റെ അകത്തുള്ള രേഖ പ്രകാരമുള്ള സ്ഥലമാണ്. എന്നിട്ട് ഞങ്ങൾ കാലതാമസം വരുത്തി. എന്തിനാണെന്ന് വെച്ചാൽ, ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉഷ മുൻകൈയെടുത്ത് സംവിധാനം ഉണ്ടാക്കുമെന്ന് ആലോചിച്ചുകൊണ്ടാണ് ഈ ഗ്രാമവാസികളുടെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ അവിടേക്കുള്ള റോഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ താമസം വരുത്തിയത്. ഈ വർഷം ഞങ്ങൾ ആ റോഡ് ടാർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അത് അനധികൃതമല്ല, അത് അധികൃതമായിട്ടുള്ളതാണ്. പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിൻ്റെ അകത്തുള്ള റോഡാണ്. ആ റോഡിൻ്റെ അകത്ത് ഞങ്ങൾ ഈ തവണ 2023-24 വാർഷിക പദ്ധതിയിലെ പ്ലാൻ ഫണ്ട് 11 ലക്ഷം ഉപയോഗിച്ച് അത് ടാർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ടെൻഡർ കഴിഞ്ഞു, അതിൻ്റെ വർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോഴവിടെ റോഡിൻ്റെ വർക്ക് നടക്കുന്നില്ല. അത് തന്നെ ശരിയല്ലാത്തൊരു കാര്യമാണ്. ഇപ്പം നടക്കുന്നത് പനങ്ങാട് പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ മലയോര മേഖലയുള്ള പഞ്ചായത്താണ്. അതുകൊണ്ട് കുടിവെള്ളത്തിൻ്റെ വലിയ രൂപത്തിലുള്ള പ്രയാസം നേരിടുന്ന പഞ്ചായത്താണ്. ഞങ്ങൾ ഇത്തവണ ജലജീവൻ പദ്ധതിയിൽ പനങ്ങാട് പഞ്ചായത്തിനെ കൂടി ഉൾപ്പെടുത്തി അതിൻ്റെ വർക്ക് നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് ഒരു റോഡിൻ്റെ വർക്ക് നടക്കുമ്പോൾ ആ റൂട്ടിലൂടെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ പദ്ധതി പോകുന്നുണ്ടെങ്കിൽ ആ പദ്ധതിയുടെ ഭാഗമായ വർക്ക് നടന്നതിന് ശേഷം മാത്രമേ റോഡ് വർക്ക് ചെയ്യാൻ വേണ്ടി കഴിയൂ. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ജലജീവൻ പദ്ധതിയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ അത് ടെൻഡർ എടുത്ത ആളുകളാണ് അവിടെ ഈ മലയിലേക്കുള്ള നിവാസികൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പൈപ്പ് ലൈൻ പദ്ധതി ആരംഭിച്ചത്. റോഡ് പണി ആരംഭിച്ചിട്ടില്ല. അതാണ് യഥാർത്ഥത്തിൽ അവിടെ ഇപ്പോൾ തടയപ്പെട്ടിട്ടുള്ളത്. ശ്രീ VM കുട്ടികൃഷ്ണൻ, പഞ്ചായത്തിൻ്റെ ഒരു വാദം അത് അംഗീകരിക്കുന്നു. അത് ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തുന്ന കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നു. റോഡ് ടാർ ചെയ്യാൻ പഞ്ചായത്തിന് അധികാരമുണ്ട്, അനുമതിയുമുണ്ട്. PT ഉഷ നടത്തിയ ആരോപണങ്ങളിൽ പറയുന്നത് പക്ഷേ ഗുരുതരമായ മറ്റ് ആരോപണങ്ങളുണ്ട്. ഈ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിൻ്റെ അവിടെ ചില ലോബികൾ, അത് മയക്കുമരുന്ന് ലോബികൾ ഒക്കെ കയ്യേറുന്നു, മാലിന്യം ഈ സ്കൂൾ കോമ്പൗണ്ടിൽ കൊണ്ട് തള്ളുന്നു, ഒരു ചുമന്ന കൊടി നേരത്തെ സ്കൂളിൻ്റെ പരിസരത്ത് നാട്ടിയിട്ട് മുഖ്യമന്ത്രി ഇടപെട്ടാണ് അത് മാറ്റിയത് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയ വിരോധമുണ്ട് എന്ന് വേണമെങ്കിൽ വായിച്ചെടുക്കാമല്ലോ. ഈ ചുവന്ന കൊടി അവിടെ കെട്ടിയെന്ന് പറയുന്നത് 5-8 വർഷങ്ങൾക്ക് മുമ്പാണ്. അത് അവിടെ കെട്ടിയതല്ല. ആ പ്രദേശത്ത് CPM-ന് സ്വാധീനമുള്ള ഒരു പ്രദേശമാണ്. അവിടെയുള്ള സഖാക്കൾ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ റോഡിൽ ഉടനീളം കൊടി കെട്ടിയിട്ടുണ്ട്.
ആ കെട്ടിയ കൊടി അവരുടെ റോഡിലൂടെ പോകുന്ന ആ വഴിക്ക് കെട്ടിയിട്ടില്ല. പക്ഷേ താഴെ പൊതു റോഡായിട്ടുള്ള സ്ഥലത്താണ് കൊടി കെട്ടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്കൊരിക്കലും PT ഉഷയോട് ഒരു തരത്തിലുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനെതിരായിട്ടുള്ള നിലപാടോ ഞങ്ങൾ ഒരിക്കലും പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചിട്ടില്ല. ഈ ചുവന്ന കൊടി എന്നവർ ഉദ്ദേശിക്കുന്നത് CPM-നെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ CPM എന്ന പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും PT ഉഷയ്ക്കെതിരായിട്ടോ അവരുടെ സ്ഥാപനത്തിനെതിരായിട്ടോ യാതൊരു തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടില്ല. പിന്നിട്ട ഈ 15 വർഷക്കാലത്തെ പാർട്ടിയുടെ പ്രവർത്തനമായിരുന്നാലും ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനമായാലും ഒരു തരത്തിലും ഞങ്ങളവരെ ദ്രോഹിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് പ്രദേശവാസികൾക്ക് അറിയാവുന്ന കാര്യമാണ്. PT ഉഷയ്ക്കും അറിയാവുന്ന കാര്യമാണ്. അവരെന്തുകൊണ്ട് ഇപ്പോഴങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും അതൊന്നും യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത കാര്യമാണ്. ഓക്കെ, ഞാൻ തിരികെ എത്താം. തുടരുക ദയവായി. ശ്രീ VM കുട്ടികൃഷ്ണൻ, പനങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ്. PT ഉഷയുടെ എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോൾ BJP നേതാവ് ശ്രീ ലിബിൻ ബാലുശ്ശേരി, പഞ്ചായത്ത് അതിൻ്റെ എന്താണ് സാങ്കേതികത്വം എന്ന് പഞ്ചായത്ത് വ്യക്തമാക്കുന്നു. സ്വാഭാവികമായിട്ട് ഒറ്റ നോട്ടത്തിൽ കേൾക്കുമ്പോൾ ജലജീവൻ പദ്ധതിക്ക് വേണ്ടിയുള്ള ഒരു കുടിവെള്ള പദ്ധതിയാണെങ്കിൽ അതൊരു 15ഓളം പട്ടികജാതി കുടുംബങ്ങളെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ അതിനെ തുടർന്നുള്ള ഒരു റോഡ് നിർമ്മാണമാണെങ്കിലും ഒക്കെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് എന്താണ് ഈ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിന് ഭൂമി ഏറ്റെടുക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു സാഹചര്യം അടക്കം വിശദീകരിക്കുകയാണ്. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് പോലും തന്നോടൊരു പകപോക്കൽ നടത്തുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിൽ കൂടിയാണ് PT ഉഷ പറയുന്നത്. തന്നെ നിരന്തരമായി ഉപദ്രവിക്കുന്നു എന്നുള്ളത്. അത് പഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടി ഈ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് തനിക്കെതിരെ ഒരു ദ്രോഹം നടത്തുകയാണ് എന്ന് അർത്ഥമാകുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അർത്ഥമാണല്ലോ സ്വാഭാവികമായും വ്യാഖ്യാനിക്കപ്പെടുക. പഞ്ചായത്തിൻ്റെ ഈ വാദങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നു നിങ്ങൾ? തീർച്ചയായിട്ടും ശ്രീമതി ഡോക്ടർ PT ഉഷ ഉന്നയിച്ച ആരോപണങ്ങൾ ഞാൻ അവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു. മാത്രമല്ല ബാലുശ്ശേരിയിലെ കിനാലൂർ എന്ന് പറയുന്ന പ്രദേശം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അടുത്തറിയാവുന്ന പ്രദേശം കൂടിയാണ്. സ്വാഭാവികമായിട്ടും ഈ PT ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്കിന്റെ നടുക്കൂടെയാണ്, മധ്യഭാഗത്തോടുകൂടെയാണ് ഈ റോഡ് പോകുന്നത്. ഈ റോഡ് എന്ന് പറയുന്നത് KSIDC 30 ഏക്കർ സ്ഥലമാണ് PT ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്കിന് വേണ്ടിയിട്ട് 50 വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയിട്ടുള്ളത്. ആ സമയത്ത് ഒരു രേഖയിലും പഞ്ചായത്തിന് ഇത്തരമൊരു വഴി ഉള്ളതായിട്ടോ അല്ലെങ്കിൽ അത്തരമൊരു നടപ്പാത ഉള്ളതായിട്ടോ ആ രേഖകളിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ടാമത്തത്, ഈ വഴി റോഡ് എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് അത്ലറ്റിക്കിന് വേണ്ടിയിട്ട് അവരുടെ ബിൽഡിംഗ് പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് സുഗമമായിട്ടുള്ള യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവര് തന്നെ ടാർ ചെയ്ത്, അതായത് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് അവരുടെ മാനേജ്മെന്റ് ടാർ ചെയ്തിട്ടുള്ള റോഡാണ്. ആ റോഡ് ഏകദേശം പൊതു റോഡിൽ നിന്നും 100 മീറ്ററോളം ഈ റോഡിന്റെ നീളം ഉണ്ട്. ആ റോഡ് എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് സിന്തറ്റിക് ട്രാക്ക്, അതിന്റെ മറുഭാഗത്ത് ലേഡീസ് ഹോസ്റ്റലും അതായത് കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലും സ്ഥിതി ചെയ്യുന്ന സംവിധാനമാണ്. ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളമാണ് തർക്കം നിലനിൽക്കുന്നത്. ഈ റോഡ് മുൻപ്, അതായത് ഈ സ്കൂളിന്റെ പിൻഭാഗത്ത് അതായത് കുറച്ച് 10-15ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഭാഗമുണ്ട്. അവർക്ക് യാത്രാ സൗകര്യത്തിന് എളുപ്പത്തിന് വേണ്ടി അവർ അതിലെ യാത്ര ചെയ്യുന്നു എന്നതിനപ്പുറത്ത് അവർക്ക് മതിയായ ഒരു റോഡ് സിന്തറ്റിക് ട്രാക്കിന്റെ മറുഭാഗത്തുള്ള മഡ് ട്രാക്ക് ഉണ്ട്. ആ ട്രാക്കിന്റെ സൈഡിലൂടെ റോഡ് പോകുന്നുണ്ട്. ആ റോഡ് പൂർണ്ണമായിട്ടും യാത്രായോഗ്യമാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് പഞ്ചായത്തിന് ഏറ്റെടുക്കാവുന്ന വിഷയം മാത്രമാണ്. അതിനു വേണ്ടിയിട്ട് PT ഉഷ MP നേരത്തെ MLA-യോടും പഞ്ചായത്തിനോടും ഈ വിഷയം അവതരിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷെ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ 8 വർഷത്തോളം മുൻപേ ഈ PT ഉഷയുടെ സ്കൂളിലേക്ക് CPIM-ന്റെ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുവന്ന കൊടി അവിടെ നാട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ റോഡിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതൊരു സമ്മേളനത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല. അതൊക്കെ ഒരു ചർച്ചയിൽ പ്രതിരോധിക്കുന്നതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പിന്നീട് ഈ വിഷയം ചർച്ച കൂടുതൽ വഷളാവുകയും ആ റോഡ് പഞ്ചായത്ത് നിർമ്മിക്കുകയാണെങ്കിൽ, ബദൽ റോഡ് നിർമ്മിക്കുകയാണെങ്കിൽ അതിന് സഹായം നൽകാമെന്ന് വരെ PT ഉഷയുടെ ഓഫീസിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് അന്ന് പഞ്ചായത്ത് അധികൃതരുമായിട്ടും MLA-യുമായിട്ട് സംസാരിച്ചതുമാണ്. ആ വിഷയമൊക്കെ നിലനിൽക്കെയാണ് പിന്നീട് ഈ വിഷയത്തിന്റെ പുറത്ത് CPM പ്രവർത്തകർ അവിടെ കൊടി നാട്ടുകയും പിന്നീട് അത് മുഖ്യമന്ത്രി, അതായത് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെ ശ്രീമതി PT ഉഷ പോയി കാണുകയും വിഷയത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുന്ന് കൊടി മാറ്റുന്നത്.
അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ നേരത്തെ ഇത്തരം ചില ഉരസലുകൾ PT ഉഷയുടെ സ്കൂളുമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പ്രദേശത്തെ ആളുകളുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അത് അവിടെ ഭരിക്കുന്ന MLA ആയാലും അല്ലെങ്കിൽ CPM ഭരിക്കുന്ന പഞ്ചായത്ത് എന്നുള്ള രീതിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് നേരത്തെ ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടായിട്ട് മാത്രമല്ല PT ഉഷ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കുറച്ചുകൂടി നമ്മൾ നോക്കുന്ന സമയത്ത് അടിസ്ഥാനം ഉള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ട്, ലഹരി മാഫിയ പിടിമുറുക്കിയിട്ടുള്ള സ്ഥലം കൂടിയാണ്. കാരണം നിരവധിയായിട്ടുള്ള ലഹരി മാഫിയകളുടെ പ്രവർത്തനം നടക്കുന്ന ഒരു മേഖല കൂടിയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഈ സ്കൂളിന്റെ അകത്തേക്ക് പോകുന്ന ഗേറ്റ്, അവിടെ റോഡിന് ഗേറ്റ് ഇല്ല. അകത്ത് കുട്ടികളുടെ ലേഡീസ് ഹോസ്റ്റലിന് മുമ്പിൽ വരെ റോഡ് എത്തുന്നു. അവിടെ നിന്ന് അങ്ങോട്ട്, അതായത് ഇതൊന്നും ഫെൻസിങ് കെട്ടി നമ്മളത് സുരക്ഷിതമാക്കാൻ സ്കൂൾ തീരുമാനിച്ച സമയത്ത് അന്ന് ആ ഫെൻസിങ് കെട്ടുന്നതിനെ വരെ CPM-ന്റെ പ്രവർത്തകർ അന്ന് എതിർത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ചർച്ചയൊക്കെ നടന്നതിന്റെ, അതാണ് PT ഉഷ പറയുന്നത്. അന്ന് ഫെൻസിങ് കെട്ടാൻ സാധിക്കാത്ത സമയത്താണ് അന്ന് കൊടിനാട്ടി CPM പ്രവർത്തകർ പ്രതിഷേധിക്കുകയും പിന്നീട് അത് മുഖ്യമന്ത്രി, അതായത് പിണറായി വിജയൻ ഇടപെടുകയും ഈ വിഷയത്തിൽ PT ഉഷ ഇടപെട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൊടി മാറ്റുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് PT ഉഷ MP ആയതിനു ശേഷം CPM പ്രവർത്തകർക്ക് സ്വാഭാവികമുണ്ടാവുന്ന ഒരു രാഷ്ട്രീയ വിരോധത്തിന്റെ പകപോക്കലിന്റെ ഇരയായിട്ട് സ്കൂൾ മാറുകയാണ്. 25ഓളം പെൺകുട്ടികൾ താമസിച്ച് പഠിക്കുന്ന ഒരു സ്ഥലത്ത് ലേഡീസ് ഹോസ്റ്റൽ വരെ ആ റോഡ് എത്തിയിരിക്കുകയാണ്. അതിന്റെ തൊട്ടപ്പുറത്ത്, കാരണം ഈ കുട്ടികൾ രാവിലെ പുലർച്ചെ എഴുന്നേറ്റ് സിന്തറ്റിക് ട്രാക്കിലേക്ക് നടന്നു പോകണമെങ്കിൽ ഈ റോഡ് ക്രോസ് ചെയ്ത് നടന്നു പോകണം. വൈകുന്നേരം സന്ധ്യ വാങ്ങി അവരെ കളി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് റൂമിലേക്ക് പോകണമെങ്കിൽ, ഹോസ്റ്റലിലേക്ക് പോകണമെങ്കിൽ ഈ റോഡ് ക്രോസ് ചെയ്ത് പോകണം. ആ റോഡ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും KSIDCയും സ്കൂൾ ഓഫ് അത്ലറ്റിക്കും ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്കും തമ്മിലുള്ള ധാരണ പ്രകാരം, ആ രേഖ പ്രകാരം കൃത്യമായിട്ടും അവരുടെ സ്വകാര്യ റോഡാണ്. അതാണ് ഇപ്പം CPM പറയുന്നത്, അല്ലെങ്കിൽ പഞ്ചായത്ത്. അതിന്റെ ഒരു മറുവാദം ലിബിൻ പറഞ്ഞിരിക്കും. ഞാൻ എന്തായാലും അതിന്റെ സാഹചര്യം നമുക്ക് പരസ്പരം ചോദിക്കുന്നതിന് മുൻപ് ഞാൻ CK രാജേഷ് കുമാർ, സ്പോർട്സ് ലേഖകൻ കൂടി നമുക്കൊപ്പം ചേരുമ്പോൾ, ശ്രീ രാജേഷ് കുമാർ, ഇത് ശരി ആരുടെ ഭാഗത്താണ് എന്ന് ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ രണ്ട് ഭാഗത്തുനിന്നും ഉയരുന്ന ഒരു വാദം ഇതിനകത്തുണ്ട്. ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സാധാരണക്കാരിയായിട്ടുള്ള ഒരാളല്ല, PT ഉഷയെ പോലെ ഒരാൾ. അന്താരാഷ്ട്ര ശ്രദ്ധ തന്നെ ലഭിക്കുന്ന ആരോപണമാണല്ലോ. സ്വാഭാവികമായും PT ഉഷ അത്യന്തം വിഷമത്തോടുകൂടി മാധ്യമങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു വിഷയം പറയുമ്പോൾ അതൊരു പഞ്ചായത്തിനെ പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും അതിനകത്ത് പ്രതിസ്ഥാനത്ത് വരുന്ന രീതിയിലേക്ക് ശരി ആരുടെ ഭാഗത്താണ് എന്ന് ചോദിക്കേണ്ട ഒരു വിഷയം ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാനിപ്പോ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ ശ്രീമതി PT ഉഷയുമായിട്ട് ഈ വിഷയം സംസാരിക്കുകയും അവരവരുടെ വിഷമം നമ്മളോട് പങ്കുവെക്കുകയുമാണ് ഉണ്ടായത്. എനിക്കിത് കേട്ടതിൽ മനസ്സിലായി, നമുക്കിപ്പം എന്തൊക്കെയാണ് ഇതൊരു സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു PT ഉഷയുടെ പേരിലുള്ള രാജ്യം അറിയുന്ന ഒരു സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ശരിക്കും ഇത് PT സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പം അവരുടെ സ്ഥലത്ത് 30 ഏക്കർ സ്ഥലത്തിന് നടുക്കൂടെ ഒരു റോഡ് പോവുകയും അതിന്റെ ഒരു സൈഡ് സിന്തറ്റിക് ട്രാക്കും ഒരു സൈഡ് ജിമ്മുമാണ് എങ്കിൽ ഇതിന് നടുക്കൂടെ ഒരു റോഡ് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് പ്രവർത്തിക്കുന്ന ഒരു മൈതാനത്തിന് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തുകൂടി റോഡ് പോവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് അസൗകര്യം ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ചും 25-ലേറെ പെൺകുട്ടികൾ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളത് ചെയ്യേണ്ടത് ഒരു കൃത്യമായ ഒരു ഡിസ്കഷനിലൂടെ അതിനൊരു പോംവഴി കണ്ടെത്തുക. ഇപ്പം സത്യം ആരുടെ ഭാഗത്ത്, അല്ലെങ്കിൽ ഡോക്യുമെന്റ് ഇപ്പം ശ്രീമതി ഉഷയോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്ന എല്ലാവിധ ഡോക്യുമെന്റും അവരുടെ കയ്യിലുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പഞ്ചായത്തിന്റെ പ്രതിനിധി പറയുന്നുണ്ട് ആ ഡോക്യുമെന്റ്, അതായത് രേഖാപ്രകാരം പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ് അത് എന്ത് തന്നെ ആയാലും ഇത്തരത്തിലുള്ള ഒരു സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സ്ഥലം പ്രവർത്തിക്കുന്നിടത്ത് തീർച്ചയായിട്ടും അതിനുള്ള സൗകര്യം ആ സ്കൂളിന് ഒരുക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ സർക്കാരിന്റെ ധർമ്മമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കായിക രംഗം അതീവ ദയനീയ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ കേട്ട് കഴിഞ്ഞു സ്പോർട്സ് കൗൺസിൽ ഇഷ്യൂ, അപ്പം മേഴ്സിക്കുട്ടനോട് രാജി ആവശ്യപ്പെട്ടു. ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ സ്പോർട്സിൽ നിലനിൽക്കെ തന്നെ അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യം അറിയുന്ന ഒരു സ്കൂൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെതിരെ ഇത്തരത്തിൽ വരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കായിക കേരളത്തിന് അപമാനമാണെന്ന് തന്നെ തീർച്ചയായിട്ടും നമുക്ക് പറയേണ്ടി വരും. ഈ പറയുന്ന പോസിബിലിറ്റീസ് ഒക്കെ, ഈ പറയുന്ന അവിടെ സാധാരണ ആൾക്കാരവിടെ താമസിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടുന്ന വഴി കൊടുക്കുക എന്നുള്ള പഞ്ചായത്തിന്റെയും ഒക്കെ ധർമ്മമാണ്. അതിന് മറ്റൊരു ഓപ്ഷൻ അവിടെ ഉണ്ട് എന്നിവിടെ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ ഓപ്ഷൻ പരിഗണിച്ചുകൊണ്ട് തന്നെ അവർക്ക് വഴി എത്തിക്കാനോ അല്ലെങ്കിൽ വെള്ളം എത്തിക്കാനുള്ള ശ്രമം നടത്തണം എന്നുള്ളതാണ് എനിക്ക് കേട്ടതിൽ നിന്ന് മനസ്സിലാവും. ഒന്നാമത്തെ ഈ സ്ഥലം നമുക്ക് നേരിട്ട് ഇത്തരത്തിൽ കണ്ട് പരിചയമില്ല എങ്കിൽ പോലും ഒരു
പ്രോപ്പർട്ടിക്കകത്തൂടെ, പ്രത്യേകിച്ച് സ്കൂളിൽ പ്രവർത്തിക്കുന്ന പ്രോപ്പർട്ടിക്ക് അകത്തുകൂടെ റോഡ് പോവുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു സുഗമമായ നടത്തിപ്പിന് അത് നല്ലതല്ല. പെൺകുട്ടികൾ പ്രത്യേകിച്ച് സുരക്ഷയുടെ കാര്യമൊക്കെ പറയുന്നത് നമ്മൾ അവിടെ അസാൻമാർഗിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, മദ്യ മാഫിയകളും അല്ലെങ്കിൽ ലഹരി മാഫിയൊക്കെ അഴിഞ്ഞാടുന്ന സ്ഥലം, അതുപോലെ തന്നെ അനാശാസ്യ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് അവരുടെ ആരോപണത്തിലുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ഇതേക്കുറിച്ച് അന്വേഷിച്ച് അവർക്ക് സുഗമമായിട്ട് ആ സ്കൂൾ പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുകയാണ് പഞ്ചായത്ത് അധികൃതരും സർക്കാരും ചേർന്ന്. ഇത് രാജേഷ്, ഈ വിഷയത്തിനപ്പുറത്തേക്ക് ഒരു പാർട്ടിയെ പോലും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു ആരോപണങ്ങൾ ഉഷയുടെ ഭാഗത്തുനിന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന പല വിഷയങ്ങളുമുണ്ട്. ഈ കഴിഞ്ഞ തവണ ഒരുപക്ഷെ BJP ക്യാമ്പിന്റെ സമയത്തേക്ക് ഉഷ ഉണ്ടാകേക്കും എന്നുള്ളൊരു സ്പെക്കുലേഷൻസ് വന്ന സമയത്തുണ്ടായ ട്രോൾ ബഹളമൊക്കെ നമുക്കറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടോ? തനിക്ക് ഇത്രയും വർഷമായി തനിക്കെതിരെ ഒരു ടാർഗറ്റഡ് അറ്റാക്ക് നടക്കുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ് സ്കൂൾ ഓഫ് അത്ലറ്റിക്സിനെതിരെ നടക്കുന്ന ആക്രമണം എന്ന് പറയുമ്പോൾ അതും എങ്ങനെയാണ് കാണേണ്ടത്? അത് എത്രത്തോളം മുഖവിലേക്ക് എടുക്കണം? ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ പ്രശ്നത്തിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പ്രശ്നം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അവര് ഇപ്പം BJP നോമിനേറ്റ് ചെയ്ത ഒരു MP ആണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള എതിർപ്പ്, പ്രത്യേകിച്ച് രാജ്യം അറിയുന്ന, നമ്മുടെ ലോകം അറിയുന്ന ഒരു അത്ലറ്റ് അല്ലെങ്കിൽ ഒരു കായിക താരം അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്നൊക്കെ പറയുന്ന രാജ്യത്തിന്റെ പൊതു സ്വത്താണ്. പെട്ടെന്നൊരു പാർട്ടിയുടെ നോമിനി ആയിട്ടൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന ഒരു പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഒരു പ്രവർത്തന സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ 5-6 വർഷമായിട്ട് നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ, ആരാണെങ്കിലും ഈ അവരുടെ പാർട്ടിയിൽ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ആർക്കും, നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വലിയ വില കൽപ്പിക്കുന്നതാണ്. ജനാധിപത്യത്തിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഘോരഘോരം വാദിക്കുമ്പോഴും നിങ്ങൾ ഓപ്പോസിറ്റ് ചേരിയിലാണ് എന്നൊരു വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരത്തിലവരെ താറടിച്ച് താഴ്ത്തുക എന്ന് പറയുന്നത് ഒരു വൈകല്യമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തീർച്ചയായിട്ടും ഈ കാലയളവിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതൊരിക്കലും അത് കൂടിക്കൂടി വരുന്നതല്ലാതെ നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾക്കൊരു പാർട്ടിയിൽ വിശ്വസിക്കാനുള്ള എല്ലാ അവകാശം ഉണ്ടെന്നിരിക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കാൻ എല്ലാ അവകാശവും നമുക്ക് ഭരണഘടന തരുന്നുണ്ട് എന്നിരിക്കെ തന്നെ ഈ മറ്റൊരു രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് അവരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുക, വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഇടപെടൽ നടത്തുക, ഇതൊക്കെ പറയുന്ന ഒരു പാർട്ടിയെ, ഏതൊരു പാർട്ടിയാണെങ്കിലും അവരെ സംബന്ധിച്ച് അത് ഒരിക്കലും ഭൂഷണമല്ല. പ്രത്യേകിച്ച് ഇതുപോലെ ഒരു പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ നമ്മൾ അപഹാസ്യമാവുകയാണ്. ശരിക്കും നമുക്ക് സോഷ്യൽ മീഡിയ ഇപ്പൊ അറിയാമല്ലോ, വേറൊരു വിഷയമാണെങ്കിൽ പോലും നമുക്ക് അത്തരത്തിലുള്ള നിലപാട് പ്രഖ്യാപനം പോലും നമ്മളെ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ട് പാർട്ടികൾ മാറ്റുന്നു എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഓക്കെ, റൈറ്റ്. ശ്രീജിത്ത് പണിക്കർ ഒപ്പം രാജു പി നായർ നമുക്കൊപ്പം. ഞാൻ ആദ്യം ശ്രീജിത്ത് പണിക്കർക്ക്. ശ്രീജിത്ത്, പഞ്ചായത്ത് ചില വാദങ്ങൾ ഇതിനകത്ത് ഉന്നയിച്ചിട്ടുണ്ട്. ശ്രീജിത്ത് വരുന്നതിന് മുൻപെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചതെന്ന് കരുതുന്ന സാഹചര്യത്തിൽ അത് ഒന്നുകൂടെ പറയുമ്പോൾ, ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിനുള്ള അനുമതി 15ഓളം പട്ടികജാതി കുടുംബങ്ങൾക്കായി ജലലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടി നടക്കുന്ന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ നടന്ന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ട് അതിനുശേഷം നടക്കേണ്ട ഗതാഗത സൗകര്യം ഉറപ്പാക്കേണ്ട ഒരു വഴി, അത് ലീസിന് ആ ഭൂമി കൊടുത്തപ്പോൾ തന്നെ അത് രേഖയിലുള്ളതാണ് എന്ന് പഞ്ചായത്ത് അവകാശപ്പെടുകയും ചെയ്യുന്നു. അതായത് ഇതിന് മറ്റ് ചില വാദങ്ങൾ, സാങ്കേതികപരമായിട്ടുള്ള ചില വാദങ്ങൾ പഞ്ചായത്ത് മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ ഏത് രീതിയിലാണ് കാണുക എന്നുള്ളതാണ്. PT ഉഷ പോലെ ഒരാൾ ഉയർത്തുന്ന പരാതിയിൽ കഴമ്പില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് കാണുന്നത് ശ്രീജിത്ത്? അപർണ, ഈ ഒരു വിഷയത്തിൽ ഈ ഒരു തർക്കഭൂമി എന്ന് പറയുന്ന ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം, അല്ലെങ്കിൽ അതിൽ കൂടി ജലവിതരണത്തിന് വേണ്ടിയിട്ട് ഉള്ള സംവിധാനം ഒരുക്കുന്ന ഈ ഒരു ഭാഗമുണ്ട്. ഈ ഒരു ഭൂമി ആരുടെ ഭാഗത്താണ് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട തർക്ക വിഷയം. അതിന് രണ്ടാൾക്കാരും പറയുന്നത് രണ്ടുപേരുടെയും കയ്യിൽ അതിൻ്റെതായിട്ടുള്ള രേഖകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ കയ്യിലുള്ള രേഖ എന്താണ് എന്നുള്ളത് അതൊരു കോമൺ ഒരു ഫോറം, ഇപ്പോൾ അതിൽ തന്നെ ജില്ലാ ഭരണകൂടമൊക്കെ ഇതിനോടകം തന്നെ ഇടപെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് അവിടെ കാണിച്ച് ബോധ്യപ്പെടുത്തിയാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് അതിന് ആരും ശ്രമിക്കാത്തത് എന്നുള്ള കാര്യം എന്നെ അതിശയപ്പെടുത്തുന്നുണ്ട്. കാരണം ഞാനിവിടെ കേട്ടത് പ്രധാനമായിട്ട് 4 തരത്തിലുള്ള ആരോപണങ്ങളാണ്. അതിലൊന്ന്, 6-7 വർഷം മുൻപ് ഒരുപക്ഷെ ശ്രീ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നിരിക്കാമെന്ന് എന്നാണ് ശ്രീമതി ഉഷ തന്നെ പറഞ്ഞത്. അന്ന് അവിടെ ഒരു ചുവന്ന പതാക സ്ഥാപിക്കുന്ന ഒരു സംഭവം ഉണ്ടായി.
അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനോട് പറയുമ്പോഴാണ് അത് എടുത്തു മാറ്റുന്നത് എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം വന്നിരിക്കുന്ന വിഷയങ്ങൾ നോക്കൂ. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ അവിടെ ഒരു JCB വരികയും അത് വീണ്ടും ഇങ്ങനത്തെയുള്ള ചില തർക്കങ്ങളൊക്കെ വന്നതിന് ശേഷം അത് കേസായി കിടക്കുകയാണ് എന്നാണ് ശ്രീമതി ഉഷ പറഞ്ഞത്. അപ്പോൾ അതങ്ങനെ കേസായി കിടക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഭൂമി തർക്കം എന്നുള്ളതായിരിക്കുമല്ലോ അതിലെ അടിസ്ഥാന വിഷയം. അത് എന്തുകൊണ്ട് പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉഷയുടെ ക്ലെയിമിലും ഒരു കറക്റ്റ്നെസ് അതിൽ ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അതിനപ്പുറത്തേക്ക് കുടിവെള്ളത്തിന് വേണ്ടിയിട്ടാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് റോഡായിക്കോട്ടെ കുടിവെള്ളമായിക്കോട്ടെ അതിനപ്പുറത്തേക്ക് ഒരു കുടുംബം മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അവർക്ക് ഉറപ്പുവരുത്താനുള്ള എല്ലാ വിധത്തിലുള്ള ചുമതലയും സർക്കാരിനുണ്ട്, പ്രാദേശികമായിട്ടുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് തീർച്ചയായിട്ടുമുണ്ട്. പക്ഷെ അവിടുത്തെ റോഡുമായി ബന്ധപ്പെട്ടാണ് മുൻപുണ്ടായിരുന്ന ഈ JCB ഒക്കെ അവിടെ കയറിയ പ്രശ്നം എന്ന് ശ്രീമതി ഉഷ തന്നെ പറഞ്ഞിരിക്കെ പഞ്ചായത്ത് അതിനെ നിഷേധിക്കാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഈ തർക്കം എന്ന് പറയുന്നത് പുതുതായിട്ട് വന്നതല്ല എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ശ്രീമതി ഉഷ ഇവിടെ പറയുന്നുണ്ട്, അവർക്ക് കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അവർക്ക് റോഡ് സൗകര്യം ഉറപ്പുവരുത്തുന്നതിനാണെങ്കിലും അതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും തൻ്റെ ഭാഗത്തു നിന്ന് കൂടി ചെയ്യാൻ താൻ തയ്യാറാണ് എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് ഉഷ സ്കൂൾ പോകുന്ന ഒരു ഘട്ടം പോലും ഇല്ല. അപ്പോൾ പിന്നെ എവിടെയാണ് ഈ പ്രശ്നം എന്നുള്ളതാണ് എനിക്കിതിൽ മനസ്സിലാക്കാത്തത്. സഹകരിക്കാൻ പൂർണ്ണമായിട്ടും തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉഷ സ്കൂൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അത് പറ്റില്ല എന്ന രീതിയിലാണോ ഇവിടെ ഈ പറയുന്ന പനങ്ങാട് പഞ്ചായത്ത് പെരുമാറുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം നമ്മൾ ഇവിടെ ഒരു കാര്യം ആലോചിച്ച് നോക്കിയാൽ ഇത് 30 ഏക്കർ സ്ഥലം 30 വർഷത്തേക്ക് ഉഷ സ്കൂളിന് ലീസിന് കൊടുത്തിരിക്കുന്നതാണ് എന്നും അതിൻ്റെ രേഖകൾ കൈവശമുണ്ട് എന്നും പറയുമ്പോൾ അതാണ് ശരിയെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പ്രോപ്പർട്ടിക്കുള്ളിൽ നടത്തുന്ന ഏതൊരു വിധത്തിലുള്ള പ്രവർത്തനം, അത് ക്ഷേമപ്രവർത്തനമായിക്കോട്ടെ, അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നതിന് അവരുടെ അനുമതി തീർച്ചയായിട്ടും കൂടിയേ കഴിയുകയുള്ളൂ. അല്ലാത്ത രീതിയിൽ അത് പഞ്ചായത്തിന് തന്നെ പെരുമാറാനുള്ള സാധ്യതയില്ല. ഇനി അഥവാ ആ ഭൂമി അവരുടെ കൈവശം വെച്ചിരിക്കുന്നതാണ് എങ്കിൽ പോലും അവർക്ക് ഈ പഞ്ചായത്തിന് ഈ പറയുന്ന വഴിയുമായി ബന്ധപ്പെട്ട സ്ഥലം അവരുടെ പ്രോപ്പർട്ടിയാണ്, പഞ്ചായത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് എങ്കിൽ പോലും ഇത് ഈ സ്കൂളിൽ കൂടി കടന്നു പോകുന്നു എന്ന് പറയുന്നത് കൊണ്ടും അത് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഹോസ്റ്റൽ അടക്കം അവിടെ ഉണ്ട് എന്നുള്ള സാഹചര്യത്തിലും തീർച്ചയായിട്ടും അവരോടുകൂടി ചർച്ച ചെയ്യുന്നതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാവൂ. കാരണം ഇവിടെ ഇതിനോടകം തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇത്തരത്തിലുള്ള റോഡ് ക്രോസ് ചെയ്തിട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ താമസിക്കുന്നത് കൂടുതലായിട്ടും പെൺകുട്ടികളാണ്. തന്നെയുമല്ല, ഞാൻ ഈ പറഞ്ഞ ഈ 3 എണ്ണം അല്ലാതെ വളരെ ഗുരുതരമായിട്ടുള്ള 4ാമത്തെ സെറ്റ് ഓഫ് ആരോപണം എന്ന് പറയുന്നതിലാണ് ഈ പറയുന്നത് പോലെ പിക്നിക്കിനായിട്ട് ആൾക്കാർ വരുന്നു, അവിടെ കമിതാക്കൾ വന്നിട്ട് പോകുന്നു, മറ്റ് പല സ്ഥലങ്ങളിലുമുള്ള കാറ്ററിങ്ങിൻ്റെ വേസ്റ്റ് എല്ലാം അവിടെ കൊണ്ട് കളയുന്നു, അവിടെ മയക്കുമരുന്ന് ഉപയോഗമുണ്ടാകുന്നു, മദ്യം കഴിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ആ സ്ഥലത്തേക്ക് വരുന്നു തുടങ്ങിയ പല കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 25 പെൺകുട്ടികൾ, അതിൽ തന്നെ 1/2 ഡസനോളം ആൾക്കാർ അന്യ സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാർ ഉള്ളപ്പോൾ ഇവരെ പാർപ്പിക്കുന്ന ഒരു സ്ഥലത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കാനുള്ളത് ഈ പഞ്ചായത്തിന് കൂടിയാണ്. അതെന്തുകൊണ്ടാണ് നമ്മൾ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതാണോ ഇതിന്റെ സത്യാവസ്ഥ? കുറെ വർഷമായി തനിക്കെതിരെ ആക്രമണം നടക്കുന്നു, MP ആയപ്പോൾ ഉപദ്രവം കൂടി. ഇതായത് ഈ ഒരു ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട്, ഭൂമിയുടെ വഴിയുമായി ബന്ധപ്പെട്ട്, നടക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും പറയുമ്പോൾ ആ വിഷയത്തിനപ്പുറത്തേക്ക് കാതലായ ഒരു മറ്റൊരു വിഷയം ഉഷ പറയുന്നത്, തനിക്കെതിരെ MP ആയ ശേഷം കൂടുതൽ ഉപദ്രവം കൂടി എന്ന് പറയുമ്പോൾ അതിനൊത്തൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിരോധം അതിനകത്തുണ്ട്. അത് ആരുടെ ഭാഗത്തു നിന്നാണ് എന്ന് പറയാതെ തന്നെ അത് ഉഷ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ അതാണോ അതിന്റെ കാതലായിട്ടുള്ള വിഷയം? പെരിഫറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ റോഡ് വിഷയം എന്നത് കൂടി ഇതിനകത്തുണ്ടോ? അങ്ങനെ ഒരു കായിക താരത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ആഭിമുഖ്യമുള്ളവർ പർപ്പസ്ഫുള്ളി അറ്റാക്ക് ചെയ്യുന്നു, ഉപദ്രവിക്കുന്നു എന്ന് ഇതിനർത്ഥം വരുന്നുണ്ടോ? അങ്ങനെ വ്യാഖ്യാനിക്കണോ? അല്ല, ഇതിന്റെ അണ്ടർലൈങ് ഇഷ്യൂ എന്ന് പറയുന്നത് രാഷ്ട്രീയമാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. 7 വർഷമോ 8 വർഷമോ ഒന്നും വേണ്ടാതെ ഈ 2 ആൾക്കാർക്കും ഒരു ടേബിളിന്റെ ഇരുവശത്തും ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യമാണ്. ഈ ഭൂമി പതിക്കപ്പെട്ട് ഇവർക്ക് നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ലീസിന് ഇവർക്ക് 30 വർഷത്തേക്ക് നൽകിയിട്ടുള്ളതിൽ ഈ പറയുന്ന തർക്കഭൂമിയും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. അപ്പോൾ പഞ്ചായത്തിന്റെ ഭാഗത്ത് അവരുടേതായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് പഞ്ചായത്തിന്റെ റോഡാണ്, അല്ലെങ്കിൽ പഞ്ചായത്തിന് ഈ വാട്ടർ ലൈനൊക്കെ ഇടാനുള്ള അവകാശം അവർക്കുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖ അവരും അത് കാണിക്കുകയേ വേണ്ടൂ. അതിന് ഒരു മധ്യസ്ഥത വഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ തന്നെ ഇതിനോടകം പറഞ്ഞിരിക്കുന്ന SPO കളക്ടറോ തുടങ്ങിയ ആൾക്കാർ ധാരാളമാണ്.
അല്ലാതെ ഇതൊന്നും തന്നെ ഒരു കോർട്ട് ഡിസ്പ്യൂട്ട് എന്ന രീതിയിൽ ഒരു ലീഗലായിട്ട് സെറ്റിൽ ചെയ്യേണ്ടുന്ന കാര്യമില്ല. കാരണം ഈ രണ്ട് ആൾക്കാരും വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഒരു ഭാഗത്ത് നിൽക്കുന്ന ഒരു LSTD സ്ഥാപനമാണ്, മറുവശത്ത് നിൽക്കുന്നത് PT ഉഷയാണ്, അല്ലെങ്കിൽ അവരുടെ സ്ഥാപനമാണ്, രാജ്യത്തിൻ്റെ ഒരു അസറ്റാണ് അവർ പറഞ്ഞതുപോലെ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിഷയം ഇതിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് ഇത്ര ദീർഘകാലമായിട്ട് നീണ്ടുപോകുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിഷയമാണ് എന്നുള്ളത് പരസ്യമായിട്ട് ശ്രീമതി ഉഷ പറയുന്നില്ല എന്നേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതല്ലായിരുന്നുവെങ്കിൽ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുന്ന സമയത്ത് ഈ പറയുന്ന ചുവന്ന കൊടി സ്ഥാപിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മുതൽ പറഞ്ഞു തുടങ്ങേണ്ടിയിരുന്ന കാര്യമില്ല. കാരണം അതൊരു പഴയ വിഷയമാണ്. അപ്പോൾ ഇത് എന്നോ മുതൽ തന്നെ PT ഉഷയുമായിട്ടുണ്ടായിരുന്ന ഒരു വിഷയമായിരുന്നു എന്നതുകൊണ്ടും അടുത്ത കാലത്തായിട്ട് ശ്രീമതി PT ഉഷ രാജ്യസഭയിലേക്ക് എത്തി എന്നുള്ളത് കൊണ്ട് അവർക്ക് പൊളിറ്റിക്കലായിട്ടുള്ള അവരുടെ ഒരു സിഗ്നിഫിക്കൻസ് കൂടി എന്നതുകൊണ്ടും രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത് വന്നിരിക്കുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ വളരെ ജെനുവിനായിട്ട് ഈ പറയുന്നത് പോലെ കുടിവെള്ളം എത്തിക്കാനുള്ള ഒരു പദ്ധതി പഞ്ചായത്തിന് അവകാശമുള്ള ഒരു സ്ഥലത്ത് ഇടുന്ന പരിപാടിയായിരുന്നു അവിടെ നടക്കുന്നത് എങ്കിൽ എന്തുകൊണ്ടാണ് ഇതിൽ SPO കളക്ടറോ ഇടപെട്ടതിന് ശേഷം താൽക്കാലികമായിട്ടെങ്കിലും അത് നിർത്തിവെക്കേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളത് വിശദീകരിക്കേണ്ടത് പഞ്ചായത്താണ്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർക്ക് ഇത്തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്താനോ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താനോ അവർക്ക് അധികാരമുള്ള ഭൂമി ആയിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും കളക്ടർ എന്താവും ഉഷ സ്കൂളിനോട് പറയുക, ഇത് തീർച്ചയായിട്ടും പഞ്ചായത്തിന് ഇത് ചെയ്യാനുള്ള അർഹതയുണ്ട്, അവകാശമുണ്ട്, എങ്കിൽ അത് തുടർന്ന് നടക്കട്ടെ എന്നായിരിക്കല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയം തന്നെയാണ്. അത്ര ഓപ്പൺ ആയിട്ട് ശ്രീമതി ഉഷ പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ അത് കേട്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അത് തന്നെയാണ്. ശ്രീ ഞാൻ തിരികെ എത്താം. ശ്രീ രാജു പി നായർ, വിഷയം CPM-ഉം PT ഉഷയും തമ്മിലുള്ള പ്രശ്നം, PT ഉഷയും CPM-ഉം തമ്മിലുള്ള പ്രശ്നം, അതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസം അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അതൊരു വഴിയുടെ വിഷയമല്ല, അതവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുൻപേ ഉള്ള ചില വിവാദ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. കോൺഗ്രസ് അങ്ങനെ കരുതുന്നുണ്ടോ? ഇത് ഈ ഒരു വിഷയം നമ്മൾ കിട്ടുന്ന മാധ്യമ വാർത്തകളുടെയും അതുപോലെ തന്നെ ശ്രീമതി PT ഉഷയുടെ ഇന്നത്തെ പത്രസമ്മേളനത്തിൻ്റെ അടിസ്ഥാനത്തിലും ഞാനിപ്പോൾ ഈ ചർച്ചയിൽ വന്നപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്ന്, പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു ലോക്കൽ സർക്കാരാണ്. ആ സർക്കാർ ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ PT ഉഷയെ പോലെ ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന നമ്മുടെ കായിക മേഖലയിൽ വലിയ ഒരു കോൺട്രിബ്യൂഷനുള്ള, നമ്മൾ ഏറ്റവും നേരത്തെ സ്പോർട്സ് ലേഖകൻ പറഞ്ഞ പോലെ ഏറ്റവും ദയനീയമായി നിൽക്കുന്ന ഈ സംസ്ഥാനത്തെ കായിക മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ബഹുമാന്യപ്പെട്ട വ്യക്തി എന്ന് തന്നെ പറയണം. അവരുടെ ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു നിർമ്മാണം നടത്തുമ്പോൾ പഞ്ചായത്തിന് ചെയ്യാവുന്നത് ഏറ്റവും ആദ്യം ഇവരായിട്ട് സംസാരിച്ച് ഇത് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ടും ഇവർക്ക് PT ഉഷയ്ക്ക് അവരുടെ അക്കാഡമിക്ക് ഈ സ്ഥലം കൈമാറിയിട്ടുള്ളപ്പോൾ അതിൻ്റെ എല്ലാ രേഖകളും കൈമാറിയിട്ടുണ്ടാവും. പഞ്ചായത്തിൻ്റെ ആസ്തിയിലില്ലാത്തൊരു സ്ഥലത്ത്, ഞാനിവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ പൈപ്പ് ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് വെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് സാങ്കേതിക അനുമതി കൊടുക്കണം എന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൻ്റെ ആസ്തിയിലുള്ള ഒരു പ്രദേശമായിരിക്കും, റോഡായിരിക്കണം, അല്ലെങ്കിൽ ഭൂമിയായിരിക്കണം. പഞ്ചായത്തിൻ്റെ ആസ്തിയിലുണ്ടെങ്കിൽ മാത്രമേ അവിടെ പൈപ്പ് ഇടാൻ സാധിക്കുകയുള്ളൂ. പഞ്ചായത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും പൊതു സ്ഥലത്ത് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അത് TS കൊടുത്തുകൊണ്ട് അവിടെ ആ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പം പറയുന്ന രണ്ടിലും വലിയ വൈരുദ്ധ്യമുണ്ട്. ഒന്ന്, അവർക്ക് ഈ ഭൂമി കൈമാറി 30 ഏക്കർ ഭൂമി കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൻ്റെ റെക്കോർഡ്സിൽ ഉൾപ്പെടെ ആ സ്ഥലം PT ഉഷയുടെ ഈ അക്കാഡമിയുടെ കീഴിലായിട്ട് മാറണം. അതിന് കരമടയ്ക്കുന്നുണ്ടോ എന്നുള്ള ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഒന്ന് നിൽക്കുകയാണ്. അവിടെ ഈ സാങ്കേതിക അനുമതി കൊടുക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തിൽ ഇതിന് രേഖകളില്ലാതെയാണോ അല്ലെങ്കിൽ ഇതിൻ്റെ സാങ്കേതിക അനുമതി എങ്ങനെ കൊടുത്തു എന്നുള്ളതും അന്വേഷണ വിധേയമാക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഇവിടെ അതിനേക്കാളെല്ലാം അപ്പുറത്ത് ഈ പ്രശ്നം PT ഉഷ അക്കാഡമിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് അവരിപ്പോൾ ഒരു MP കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരോടിരുന്ന് സംസാരിച്ച് തർക്കങ്ങളില്ലാതെ നടത്തേണ്ട ഒരു പദ്ധതി ഇത്തരത്തിലൊരു തർക്കമാക്കിയത് CPM-ന്റെ രാഷ്ട്രീയമാണെന്ന് ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ അത് എനിക്ക് ഉൾപ്പെടെ നിഷേധിക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് PT ഉഷയ്ക്ക് നേരത്തെ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുൾപ്പെടെ നടത്തിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ PT ഉഷ തന്നെ സൂചിപ്പിച്ച പോലെ CPM-ന്റെ ഒരു കൊടി അവിടെ കൊണ്ടുവന്ന് നാട്ടിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ഇത്രയും വർഷമായിട്ട് ഈ വിഷയം നടക്കുന്ന സ്ഥലത്ത് എന്തിനാണ് ഒരു വളരെ ഫോഴ്സ്ഫുള്ളായിട്ട്
ഒരു അനുനയത്തിലേക്ക് പോകാതെ അല്ലെങ്കിൽ അവരോടൊരു ചർച്ച വെക്കാതെ ഇതിൻ്റെ രേഖകൾ കറക്റ്റ് ചെയ്യാതെ ഇത്തരത്തിലൊരു പ്രോജക്റ്റ് വെച്ചുകൊണ്ട് അവിടെ പോയിട്ടൊരു സംഘർഷം ഉണ്ടാക്കുന്ന സാധ്യതയിലേക്ക് പോകേണ്ട കാര്യം അതായത് ഞാൻ വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാൽ MP ആയതിനു ശേഷം ശ്രീ രാജ്പി ഞാൻ വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണ്, MP ആയതിനു ശേഷം തനിക്കെതിരെയുള്ള ഉപദ്രവം കൂടി എന്ന് PT ഉഷ പറയുന്നത് CPM-നെ ഉദ്ദേശിച്ചിട്ടാണ് എന്ന് തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത് താങ്കൾ? അല്ല, MP ആയതിനു ശേഷം എന്ന് വെച്ചാൽ അവരൊരു രാഷ്ട്രീയ പ്രവർത്തകയല്ല. അവരിന്നും പറയുന്നത് എനിക്ക് രാഷ്ട്രീയമില്ല, എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആഭിമുഖ്യമില്ല എന്ന് അവർ പറയുന്നുണ്ട്. ഒരാളെ അങ്ങനെ BJP ആക്കണമെങ്കിൽ ഇപ്പം ഞാൻ കോൺഗ്രസ് ആണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞാലേ എന്നെ കോൺഗ്രസ് ആക്കാൻ പറ്റുള്ളൂ. അവരെ ഒരു കായിക രംഗത്ത് വലിയ ഒരു സംഭാവന ചെയ്തിട്ടുള്ള ആളെന്ന നിലയിൽ കേന്ദ്ര സർക്കാർ ഇപ്പം കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിനെ രാജ്യസഭ MP ആക്കിയിട്ടുണ്ട്. അത് സച്ചിൻ ടെണ്ടുൽക്കർ കോൺഗ്രസ്സുകാരനായതുകൊണ്ടല്ല ആക്കിയത്. പലപ്പോഴും സച്ചിൻ ടെണ്ടുൽക്കറിന്റെ നിലപാട് ചിലപ്പോൾ കോൺഗ്രസിന് വിരുദ്ധമായിട്ടുള്ള നിലപാട് പിന്നീട് ഉണ്ടായിട്ടുണ്ട്, ചിലപ്പോൾ BJP-യെ പിന്തുണയ്ക്കുന്ന നിലപാട് ഉണ്ടായിട്ടുണ്ട്. അത് നോമിനേറ്റഡ് പോസ്റ്റിലേക്ക് വരുന്നത് അതാത് മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച ആൾക്കാരെ കൊണ്ടുവരുന്നതാണ്. ഇവിടെ പ്രശ്നം വെച്ചാൽ ഇവിടെ PT ഉഷയുടെ രാഷ്ട്രീയത്തിന് മാത്രമല്ല, CPM ഇന്ന് വലിയ ധാർഷ്ട്യം എല്ലാ ജനങ്ങളോടും കാണിക്കുന്ന ഒരു സമീപനമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിപ്പുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്ന് ഈ ചർച്ചയിൽ വ്യക്തമാക്കണം. ഇത്തരത്തിൽ ഒരു ലോകം അംഗീകരിക്കുന്ന ഒരു കായിക താരം നടത്തുന്ന ഈ സംസ്ഥാനത്തിൻ്റെ അഭിമാനമായ സ്കൂൾ, അതുകൊണ്ടാണല്ലോ സർക്കാർ അവർക്ക് ഭൂമി വിട്ടു നൽകിയത്. അവിടെ ഇത്തരത്തിലൊരു പ്രോജക്റ്റ് വെക്കുമ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അവരോടുമായിട്ട് ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടോ? ഇത് സംബന്ധിച്ചിട്ടുള്ള രേഖകൾ സംബന്ധിച്ച് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അവരോട് സംസാരിച്ചിട്ടുണ്ടോ? ഈ പഞ്ചായത്തിൻ്റെ ഭൂമി ഉള്ളെടുത്താണോ സാങ്കേതിക അനുമതി നൽകിയിരിക്കുന്നത് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കണം. മനസ്സിലായി? അതല്ലാത്തിടത്തോളം ഇത് രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ CPM എന്ന് കാണിക്കുന്ന ധാർഷ്ട്യത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. CPM എല്ലായിടത്തും ഇത് തന്നെയാണ്. നമ്മുടെ ദിവസവും വരുന്ന വാർത്തകൾ പ്രാദേശിക സർക്കാരുകൾ CPM ഭരിക്കുന്നിടത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പം ഞാൻ ഉദയംപേരൂർ പഞ്ചായത്തിൽ ആണ് ഞാൻ താമസിക്കുന്നത്. ഉദയംപേരൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ ഒരു ആഴ്ചക്കാലമായിട്ട് അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിക്കലാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പണി. CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും ഭരണസമിതിയുടെയും പണി. പഞ്ചായത്ത് സെക്രട്ടറി അവസാനം അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ കൊണ്ടുവരേണ്ട അവസ്ഥയിലേക്ക് പോയി. എന്താ അറിയോ, ഒരു രേഖയുമില്ലാതെ അവിടെ ഒരു പ്രവൃത്തി നടത്തിയിട്ട് അതിൻ്റെ തുക കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ സെക്രട്ടറി പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അതിന് പഞ്ചായത്ത് സെക്രട്ടറിയെ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും എതിർക്കുക. അപ്പോൾ ഞങ്ങൾ പറയുന്നത് മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിലയിലേക്ക് കേരളത്തിൻ്റെ CPM അടിമുടി മാറിയിട്ടുണ്ട്. അത് തദ്ദേശ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ പ്രാദേശികമായിട്ട് CPM-ന്റെ പ്രവർത്തകരുമെല്ലാം തങ്ങളുടെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ ഒരു അഭിപ്രായം മറ്റൊരാളുടെ അഭിപ്രായത്തിന്മേൽ അടിച്ചേൽപ്പിക്കുന്ന ധാർഷ്ട്യം ഇന്ന് കണ്ടുവരുന്നു. കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമായിട്ട് പറയാം. പഞ്ചായത്ത് പ്രശ്നം എന്തുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങൾ അത് വലുതാക്കുകയാണോ CPM ഭരിക്കുന്ന പനങ്ങാട് പഞ്ചായത്ത് എന്നുള്ള ചോദ്യം മറ്റ് പാനലിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് പറയുമ്പോൾ അത് ഞാൻ ശ്രീ VM കുട്ടികൃഷ്ണനിലേക്ക് തന്നെ വരണം. വളരെ പെട്ടെന്ന് അദ്ദേഹത്തിലേക്ക് തന്നെ എത്താം. മറുപടികൾ ആവശ്യമുണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പനങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് CVM കുട്ടികൃഷ്ണൻ, ഇത് ഒരു വഴി നടത്തൽ പ്രശ്നം അല്ലെങ്കിൽ ഒരു നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, ജലജീവൻ പദ്ധതിയുമായി നടക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം എന്നതിനപ്പുറത്തേക്കെല്ലാം വലിയ രാഷ്ട്രീയം ഇതിനകത്തുണ്ട് എന്നുള്ള ആരോപണങ്ങൾ മിക്ക പാനലിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ വിഷയം മാത്രം എടുത്താൽ പോലും പാട്ടത്തിന് നൽകിയ രേഖകളിൽ അങ്ങനെ ഒരു വിഷയമില്ല എന്ന് PT ഉഷ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. ഉഷയുടെ കയ്യിൽ ഡോക്യുമെൻ്റ് ഉണ്ട്. അത് സ്വാഭാവികമായും അവരെ പോലെ ഒരാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇത്തരം ഡോക്യുമെൻറ്റുകൾ വീണ്ടും ചെക്ക് ചെയ്യപ്പെടുമെന്ന് അറിയാത്ത ഒരാളായിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസുമായിട്ടായിരിക്കുമല്ലോ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുണ്ടാവുക. അങ്ങനൊരു വിഷയം അവിടെ നിൽക്കുന്നു. സമാന്തരമായിട്ടൊരു റോഡ് നിർമ്മിക്കാനുള്ള സാഹചര്യമുണ്ട്. അതിൻ്റെ യാതൊരുവിധ ഇനിഷ്യേറ്റീവും എടുക്കാതിരിക്കുകയാണ് പഞ്ചായത്ത് എന്ന് പറയുമ്പോഴെല്ലാം താങ്കൾ നേരത്തെ ഉന്നയിച്ച പല വാദങ്ങളുടെ മുന അതിലൊടിയുകയാണ്. ഇവിടെ എൻ്റെ മാന്യ സുഹൃത്തുക്കളായി ഈ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ കഥ അറിയാതെ ആട്ടം കാണുക എന്ന ഒരു ചൊല്ലുണ്ട്. അതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഈ പങ്കെടുത്ത ആളുകളൊക്കെ തന്നെ കേട്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്.
ഞാൻ പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നതിൻ്റെ മുന്നേ അവിടെ ജനിച്ചു വളർന്ന ആളും കഴിഞ്ഞ 50 വർഷക്കാലമായി പനങ്ങാട് പഞ്ചായത്തിലെ പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായി നിൽക്കുന്ന ആളുമാണ്. ഈ അവസാന കാലത്താണ് ഞാനിപ്പോൾ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് പ്രസിഡൻ്റായിട്ടുള്ളൂ. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, PT ഉഷ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളാണെന്ന് അവർ വരുന്ന കാലത്തും ചോദിച്ചിട്ടില്ല, ഇപ്പോഴും ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല. അത് CPM അന്വേഷിച്ചിട്ടില്ല, പനങ്ങാട് ഗ്രാമപഞ്ചായത്തും അന്വേഷിച്ചിട്ടില്ല. PT ഉഷയെ ഞങ്ങൾ ബഹുമാനത്തോടുകൂടി കാണുന്നത് അവർ അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു അത്ലറ്റും അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിലെ സ്പോർട്സ് രംഗത്ത് വളരെ നല്ല നിലയ്ക്ക് പ്രവർത്തിക്കുന്ന വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മഹൽ വ്യക്തിത്വത്തിന് ഉടമയാണ് PT ഉഷ എന്ന മാഡം. അവർ ഈ അടുത്ത കാലത്ത് MP ആയി BJP നോമിനേറ്റ് ചെയ്തതാണ്. അതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ? യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ഇതിനെ തിരിച്ചുവിടുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പോൾ PT ഉഷ അവിടെ സ്ഥലം ലീസിനെടുത്തിട്ട് 15 വർഷമായി എന്ന് ഞാൻ പറഞ്ഞു. 2008-ലാണ്, 2023 നമ്മൾ സംസാരിക്കുന്ന ഈ വർഷം. ഈ പിന്നിട്ട 15 വർഷക്കാലത്തിനിടയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ CPMൻ്റെ ഭാഗത്തുനിന്നോ അവർക്കുണ്ടായിട്ടില്ല. മാത്രമല്ല, ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ ആ പ്രദേശത്തോ അല്ലെങ്കിൽ PT ഉഷയുടെ ഓഫീസിലോ ചെന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ അധികൃതർ PT ഉഷയുമായോ ഓഫീസുമായോ എന്തെങ്കിലും ചർച്ച നടത്തിയോ എന്ന് അന്വേഷിച്ചോ? ഞങ്ങൾ പലതവണ ഈ റോഡിൻ്റെ പ്രശ്നത്തിൽ അവർക്കൊരു വഴി വേണം എന്നതുകൊണ്ട് ഞങ്ങൾ പിന്നിട്ട് 15 വർഷക്കാലം അവരുമായി പലതവണ ചർച്ച നടത്തിയിട്ടുണ്ട്. ചർച്ച നടത്തിയ ആളുകളുടെ പേരൊന്നും ഈ സന്ദർഭത്തിൽ പറയണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പഞ്ചായത്ത് അധികാരികൾ, പ്രദേശത്തെ കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാർ, ഇവരോട് താല്പര്യം പ്രകടിപ്പിക്കുന്ന വഴി വേണം എന്നാഗ്രഹിക്കുന്ന അഭ്യുദയകാംക്ഷികൾ, ഇങ്ങനെ പല തരത്തിലുള്ള ആളുകളും ഈ PT ഉഷയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാണ്. പക്ഷേ ഇവിടെ CPMനാണ് അഹന്ത എന്ന് പറഞ്ഞ മാന്യ വ്യക്തിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ VM കുട്ടികൃഷ്ണൻ, ആ ചർച്ചയിൽ ഒരിക്കലും PT ഉഷയെ വിശ്വാസത്തിലെടുക്കാൻ PT ഉഷയെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് 15 വർഷക്കാലമായി ഞങ്ങൾ ഈ റോഡിന്റെ മേലെ പൈസ മുടക്കാതിരുന്നത്. PT ഉഷ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഈ 15 വർഷക്കാലമായി പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഈ റോഡിൽ ഞങ്ങൾ പണം മുടക്കാതിരുന്നത്. കാരണം അവർ പറയുന്ന കാര്യത്തിൻ്റെ അകത്ത് വസ്തുതയുണ്ടെങ്കിൽ പോലും അത് നടപ്പാക്കുന്നതിന് വേണ്ടി അവരെന്തുകൊണ്ട് മുൻകൈ എടുത്തില്ല? അല്ലെങ്കിൽ ആരാ മുൻകൈ എടുക്കേണ്ടത്? ഈ സ്ഥലം KSIDC ആണ് PT ഉഷയ്ക്ക് കൊടുക്കുന്നത്. സ്വാഭാവികമായി KSIDC എത്ര വഴി അതിന് മുമ്പേ ഉണ്ടായിരുന്നത് അവിടെ സജ്ജമാക്കി കൊടുത്തു. ആ എസ്റ്റേറ്റിൻ്റെ പാർശ്വഭാഗങ്ങളിൽ താമസിക്കുന്ന നിരവധി ആളുകൾക്ക് KSIDC സ്ഥലം വാങ്ങിച്ച സമയത്ത് വഴി മെച്ചപ്പെടുത്തുന്നതിന് വഴി പണം മുടക്കി വഴി ഉണ്ടാക്കി കൊടുത്തവരാ. പക്ഷെ എന്തുകൊണ്ട് അവർ ചെയ്തില്ല? ഈ മലയിൽ താമസിക്കുന്ന ആളുകൾ പട്ടികജാതിയിൽപ്പെട്ട പാവപ്പെട്ട ആളുകളായതുകൊണ്ട് അവരേതെങ്കിലും വഴിക്ക് നടന്നു പോയിക്കോട്ടെ എന്ന ധാർഷ്ട്യമാണോ KSIDC അതുപോലെ തന്നെ PT ഉഷ അതിൽ എന്തുകൊണ്ട് 15 വർഷക്കാലമായി സംസാരിക്കില്ല? സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞ പോരാ, നിങ്ങളല്ല പറഞ്ഞത്. നേരിട്ട് അനുഭവമുള്ള ഞാനാ പറയുന്നത്. ഞാൻ പലതവണ PT ഉഷയുടെ അടുത്ത് പോയി സംസാരിച്ച ആളാണ്. അതിലൊരു പ്രതിച്ഛായ മോശമാക്കൽ ഉണ്ടാകുന്നില്ലേ? അങ്ങനെ ഒരു പാവപ്പെട്ട ഒരു പ്രതിച്ഛായ മോശമാക്കുന്നില്ല. കാരണം ഈ 15 വർഷക്കാലമായി റൂറൽ SP പരാതി നൽകിയപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടതായി വന്നു തൽക്കാലത്തേക്ക്. നിങ്ങളുടെ ഭാഗത്താണ് പൂർണ്ണമായും, പഞ്ചായത്ത് പറയുന്നതാണ് മുഴുവൻ ശരിയെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അത് നിർത്തിവെച്ചതുകൊണ്ടാണ്. ഒരു പ്രദേശത്ത് സംഘർഷം ഉണ്ടാക്കാനല്ല ഞങ്ങൾക്ക് ആവശ്യം. ഞാൻ സംസാരിക്കട്ടെ. ഈ പ്രദേശത്ത് ഒരു സംഘർഷം ഉണ്ടാക്കാനല്ല പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. സൗഹാർദ്ദപരമായി സംസാരിച്ച് തീർക്കണമെന്ന് തന്നെയാണ്. കലക്ടർ പറഞ്ഞു അങ്ങനെ തന്നെയാണ്. കലക്ടർ പറഞ്ഞെന്താ? തൽക്കാലം നിർത്തിവെക്കുക, എന്നിട്ട് നമുക്ക് സംസാരിക്കുക എന്നാണ് കലക്ടർ പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കി. ഈ പാവപ്പെട്ട കുടുംബത്തിൽ അവിടേക്ക് പോകുന്നുള്ള വഴി ഉണ്ടാകണം. ഞാനൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ ഒരു കാര്യത്തെ പറ്റി പറയുമ്പോൾ മറ്റൊരു കാര്യം പറയരുത്. വഴികളാണ് യഥാർത്ഥ പ്രശ്നം. ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താ? എല്ലാം ഒരുമിച്ച് നിങ്ങൾ പറയുന്ന യഥാർത്ഥ പ്രശ്നം എന്താ? യഥാർത്ഥ പ്രശ്നം 15 കൊല്ലം മുന്നേ ലിബിനിലേക്ക് വരാം. ഞാനതൊന്ന് പറഞ്ഞു തീർന്നിട്ട് പറഞ്ഞോളൂ ശ്രീ കുട്ടികൃഷ്ണൻ. ഞാൻ ലിബിനിലേക്ക് വരാം. അല്ല, ഒരു സെക്കൻഡ്, ഞാനൊരു ചോദ്യം ചോദിട്ടെ. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റോട് ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർന്നില്ല. ഞാൻ പറഞ്ഞു തീരട്ടെ. അവരെല്ലാം സംസാരിച്ച സമയത്ത് ഞാനിവിടെ മിണ്ടാതിരിക്കായിരുന്നു. താങ്കൾ പറയൂ ശ്രീ VM കുട്ടികൃഷ്ണൻ, താങ്കൾ പറയൂ. ഞാൻ മറ്റൊന്നിലേക്ക് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു യഥാർത്ഥ പ്രശ്നം ആ പാവപ്പെട്ട മലയിൽ താമസിക്കുന്ന ആളുകളുടെ വഴി പ്രശ്നം പരിഹരിക്കലാണ്. ഇതിൽ ഒരു രാഷ്ട്രീയവുമില്ല. ആ മലയിൽ താമസിക്കുന്ന ആളുകൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളാണ്. അവരേതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയിൽപ്പെട്ട ആളുകൾ മാത്രമല്ല. അവർക്ക് വഴി കിട്ടണമെന്ന് ഞങ്ങൾ പറയുന്നുള്ളൂ. അല്ലാതെ CPM ഇത്തരത്തിൽ വഴി ഈ PT ഉഷയ്ക്കെതിരായിട്ടുള്ള യാതൊരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, 15 വർഷക്കാലമായി സാമൂഹ്യ വിരുദ്ധരുടെ ഏതെങ്കിലും തരത്തിലുള്ള കടന്നാക്രമണം അവരുടെ സ്ഥാപനത്തിൽ ഉണ്ടായി എന്ന് അവർ പറയട്ടെ. ഏതെങ്കിലും തരത്തിലുണ്ടായി എന്ന് പറയട്ടെ.
അപർണ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. ചോദിക്കൂ. ഓക്കെ രാജീവ് നായർ, ശ്രീത്തിലേക്ക് വരാം. ഏതാണ് ചോദ്യം? രാജീവ് നായർ, ഞാനും ചോദിച്ചോട്ടെ. ശരി, ഞാൻ രണ്ട് കാര്യം. ഒന്ന്, ഈ പറയുന്ന ഇപ്പോഴത്തെ പ്രോജക്റ്റ് ഏറ്റെടുത്തിരിക്കുന്ന വഴി അത് പഞ്ചായത്തിന്റെ ആസ്തിയിലുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, പി.ടി. ഉഷ പറയുന്ന പോലെ ഈ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് പോകുന്നതിന് വേണ്ടി മറ്റൊരു വഴിയുണ്ടോ? ഈ രണ്ട് കാര്യങ്ങൾ അങ്ങ് ഒന്ന് വ്യക്തത വരുത്താവോ? യെസ്, ഈ കഴിഞ്ഞ 3-4 വർഷം മുമ്പേ ഈ റോഡ് നന്നാക്കുന്നതിന് വേണ്ടി പ്രദേശവാസികൾ മുൻകൈ എടുത്തുകൊണ്ട് JCB ഉപയോഗിച്ച് അവിടെ വർക്ക് ആരംഭിച്ചു. ആ വർക്ക് ആരംഭിച്ച സമയത്ത് അന്ന് തന്നെ ഇവർ പോലീസിൽ പരാതി നൽകി, പോലീസ് കേസെടുത്തു. ആ കേസ് ഇപ്പോൾ അടുത്ത കാലത്താണ് തീർന്നത്. അന്ന് പി.ടി. ഉഷയുടെ സ്ഥാപനത്തിൽ നിന്ന് പഞ്ചായത്തിൽ വന്ന് നമ്മുടെ നിലവിലുള്ള പുതിയ പൗരാവകാശ നിയമം അനുസരിച്ച് അവർക്ക് സംവിധാനമുണ്ട്. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. പഞ്ചായത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഈ റോഡിന്റെ വഴി ഇത് പഞ്ചായത്തിന്റെ ആസ്തിയിലുണ്ടോ എന്നുള്ള നേരിട്ടുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നില്ല. പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഇല്ലാത്തൊരു വഴിയിൽ എങ്ങനെയാണ് പഞ്ചായത്തിന് ഞാനൊരു ബ്ലോക്ക് സാങ്കേതിക വശങ്ങൾ ഞാൻ മനസ്സിലാക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കേൾക്കാൻ ക്ഷമ കാണിക്കൂ. അല്ല, അവിടെ പരാതി ഒന്നും ഇതിനകത്ത് വിഷയമല്ല. ഉഷയുടെ സ്ഥാപനത്തിൽ നിന്ന് എന്നാൽ പനങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിന്റെ അകത്തുള്ളതാണ് ഈ വഴി. പോരെ, ആസ്തി രജിസ്റ്ററിന്റെ അകത്തില്ലാത്ത ഒരു വഴിയുടെ മേലെ പ്രൊജക്ട് വെക്കാനോ ഫണ്ട് എങ്ങനെ വരും? എങ്ങനെ വരും? അങ്ങനെ വരും. അതെങ്ങനെ വരും? ഈ ആസ്തി രജിസ്റ്ററിന്റെ അകത്തുള്ളതാണ്. അത് ഞങ്ങൾ കോടതിയിൽ 12 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചോദിക്കുന്ന 10 വർഷം മുമ്പ് KSIDCയുടെ ഈ സ്ഥലം കൈമാറുമ്പോൾ അതിനകത്ത് നടുക്കൂടി ഒരു വഴിയുണ്ടെന്നുള്ളത് എഗ്രിമെന്റിലുണ്ടോ? ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലെ ശ്രീ VM കുട്ടിക്കൃഷ്ണൻ? അപ്പോഴേ ആ എഗ്രിമെന്റ് ഉണ്ട് എന്നാണ് താങ്കൾ ഈ സ്ഥലം കൈമാറുമ്പോൾ അതുണ്ടോ? അതില്ലാന്നാണ് KSIDC ആണ് ഈ സ്ഥലം പി.ടി. ഉഷയ്ക്ക് കൊടുക്കുന്നത്. KSIDC ആണ്. അത് KSIDCയാണ് ഈ സ്ഥലം. ഒരു സെക്കൻഡ് പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരു സെക്കൻഡ്. KSIDCയുടെ ശരി, അങ്ങ് പറഞ്ഞത് ഞാൻ എടുത്തു, അങ്ങ് പറയുന്ന മുഖവിലെടുത്തു. KSIDCയുടെ കൈവശമുള്ള 30 ഏക്കർ സ്ഥലം പി.ടി. ഉഷയ്ക്ക് കൈമാറുമ്പോൾ എങ്ങനെയാണ് പഞ്ചായത്തിന് അവിടെ ഒരു റോഡിന്റെ അവകാശം വരുന്നത്? KSIDCയുടെ 30 ഏക്കർ സ്ഥലം പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ നേരത്തെയുള്ള റോഡാണെന്നേ. ഞാൻ പി.ടി. ഉഷ എംപിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട സമയത്ത് കിട്ടിയ വിവരം അനുസരിച്ച് ആ സമയത്ത് പഞ്ചായത്തിന്റെ ആസ്തിയിൽ കിടക്കുന്ന സ്ഥലം പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാതെ കൈമാറാൻ സാധിക്കുമോ? പഞ്ചായത്തിന്റെ സ്ഥലം ആ ആസ്തിയിലില്ല. കാരണം പഞ്ചായത്തിന്റെ ആസ്തിയിൽ അങ്ങനെ ഒരു വഴിയില്ല. പിന്നീട് 2 തർക്കത്തിന് ശേഷം 2015 ഈ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് മനഃപൂർവ്വം പഞ്ചായത്ത് പ്രസിഡന്റ് വിഴുങ്ങുകയാണ്. പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിലുള്ള കാര്യങ്ങൾ പൗരാവകാശ നിയമം അനുസരിച്ച് നിങ്ങൾ പഞ്ചായത്ത് വന്നാൽ രേഖപ്രകാരം ആ എഴുതിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വഴി പഞ്ചായത്തിനില്ല എന്ന് തന്നെയാണ് പി.ടി. ഉഷയുടെ. ലിബിൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ, അതായത് പി.ടി. ഉഷയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത് അങ്ങനെ ഒരു വഴി അവകാശം പഞ്ചായത്തിനില്ല എന്നാണ്. പഞ്ചായത്തിനില്ല എന്നൊരു വഴി അവകാശം എന്നാണ് പി.ടി. ഉഷയുടെ ഓഫീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. സ്കൂൾ ഓഫ് അത്ലറ്റിക്കും പി.ടി. ഉഷ എംപിയുടെ ഓഫീസുമായി ഞാൻ ബന്ധപ്പെട്ടു, സംസാരിച്ചു. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്കും KSIDCയും തമ്മിൽ 30 ഏക്കർ ധാരണയിലെത്തുന്ന സമയത്ത് ആ 30 ഏക്കർ പ്രോപ്പർട്ടി നടുവിലൂടെ പഞ്ചായത്തിന് യാതൊരു അധികാരമുള്ള ഒരു വഴി അതിലില്ല. ഇവർ കാലങ്ങൾക്ക് ശേഷം 2008 ശേഷം സ്കൂൾ തുടങ്ങിയതിന് ശേഷം ആ പ്രദേശത്തെ ആളുകൾ എളുപ്പത്തിന് നടന്നു പോകുന്ന ഒരു വഴി മാത്രമാണത്. കാരണം ആ വഴി ടാർ ചെയ്തതും യാത്രായോഗ്യമാക്കിയതും മുഴുവൻ സ്കൂൾ. അല്ല ലിബിൻ, ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്ക് നടക്കുന്നു എന്ന് പഞ്ചായത്ത് പറയുന്നുണ്ടല്ലോ, അത് ഈ സ്ഥലത്ത് തന്നെയാണല്ലോ, പഞ്ചായത്തിന്റെ വർക്ക് നടക്കുന്ന സ്ഥലം കൂടിയാണല്ലോ. ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വർക്ക് നടത്തുന്ന സമയത്ത്
പൊതു റോഡിൽ നിന്ന് നമ്മുടെ സ്ഥലങ്ങളിലേക്കാണ് വരിക. നേരെ തിരിച്ച് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്കിന്റെ പുറകിൽ നിന്നാണ് ഇവര് JC ഉപയോഗിച്ച് ഇത് ഈ വഴി അല്ലെങ്കിൽ ഈ ജലജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പ് ഇടാൻ നോക്കിയത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അതൊരു തർക്കമാവുകയും കലക്ടറും SP-യും ഇടപെട്ടിട്ട് അത് നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. മാത്രമല്ല CPM-ആയിട്ട് നേരത്തെ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്കുമായിട്ട് പ്രശ്നമുണ്ട് എന്നതിന് CPM പ്രവർത്തകർ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്കിലേക്ക് അയച്ചിട്ടുള്ള ഒരു ഊമക്കത്ത്, ഈ സ്കൂൾ ബോംബിട്ട് തകർക്കും എന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടുള്ള ഊമക്കത്ത് എന്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. അത് ഞാൻ ശ്രീജിത്തിലേക്ക് വരാം. ശ്രീജിത്ത്, ഈ വിഷയത്തിനകത്ത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു പരസ്യമായിട്ടുള്ള ഒരു നിയമലംഘനം, ഒരു വിഷയം അതുകൂടി PT ഉഷ അഡ്രസ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ഈ പറഞ്ഞു വരുന്നത് അതിന്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസം എന്നതായിരുന്നു, അതിനപ്പുറത്തേക്ക് കൂടി. അല്ല, നോക്കൂ അപർണ, ഇതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു പ്രോപ്പർട്ടി ഈ KSIDC അത് പിന്നെ ശ്രീമതി PT ഉഷയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതിലൊരു പൊതുവഴി ഉണ്ടെങ്കിൽ, പഞ്ചായത്ത് റോഡ് എന്ന് പറയുന്നത് പൊതുവഴിയാണല്ലോ, അങ്ങനെ ഒരു പൊതുവഴി ഉണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ അത് കൈമാറാൻ കഴിയുമെന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അതായത് ഇത് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉണ്ട് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുമ്പോൾ അത് ഏത് വർഷമാണ് ചേർക്കപ്പെട്ടത് എന്നുള്ള രണ്ടാമത്തെ ഒരു ഉപചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരു പൊതുവഴി ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് ഉൾപ്പെടെയുള്ള 30 ഏക്കർ കൈമാറാൻ യാതൊരു പ്രൊവിഷനും അവിടെ ഉണ്ടാകുമായിരുന്നില്ല. അതൊന്ന് ക്ലാരിഫൈ ആ ഒരു ഉപചോദ്യം ഉണ്ടല്ലോ, അത് ഏത് വർഷത്തിലാണ് ചേർക്കപ്പെട്ടത്, അതുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാമോ ശ്രീ VM കുട്ടിക്കൃഷ്ണൻ? അത് നിങ്ങൾക്ക് അവിടെ വിവരാവകാശ നിയമം അനുസരിച്ച് കത്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ വിവരം കിട്ടും. ഇത് രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കേണ്ടതില്ല. ഞാൻ പറയട്ടെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇടയ്ക്ക് കയറി പറയരുത്, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സംസാരിച്ചാൽ മതി. അതല്ല, ഈ ഉഷയുടെ സ്ഥാപനവും നിലനിൽക്കണം, അതുപോലെ പാവപ്പെട്ട ഇവർക്ക് അവിടേക്കുള്ള വഴി ലഭിക്കുകയും വേണം. ഇത് രണ്ടും മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പനങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കത് അങ്ങനെ അല്ല, അത് പഞ്ചായത്തിനകത്തു നിന്ന് തന്നെ പരിഹരിക്കപ്പെടേണ്ടതായിരുന്നു, അത് ഉണ്ടാകുന്നില്ല. പഞ്ചായത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ള രേഖ പഞ്ചായത്തിൽ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ വിവരാവകാശ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് രേഖ കിട്ടും. അനധികൃത നിർമ്മാണം എന്ന് PT ഉഷ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് ഈ പറയുന്ന ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാൻ അവരുടെ ഈ കാര്യത്തിൽ ആഗ്രഹിക്കാണ് സംസാരിക്കേണ്ടത്. അല്ല, അല്പം മുമ്പ് എന്റെ സുഹൃത്ത് ശ്രീ രാജു നമ്മൾ ആർക്കും വേണ്ടിയിട്ടല്ലോ ഇതിന് ആരുടെ ഭാഗത്താണ് ശരി പറയുന്നത്? ഇങ്ങനെ ഒരു വിഷയം അഡ്രസ്സ് ചെയ്യുന്നത് PT ഉഷയെ പോലെ ഒരാളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു ഫോൾസ് ഡോക്യുമെന്റുമായി അവർക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ കഴിയില്ലല്ലോ. അത് വീണ്ടും റീചെക്ക് ചെയ്യപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ? അത് വ്യക്തമായ ഒരാൾ കൂടിയായിരിക്കുമല്ലോ PT ഉഷ. സ്വാഭാവികം, അത് കായിക കേരളത്തിനും വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. എങ്കിലും അതൊരു പഞ്ചായത്ത് ചോദിക്കൂ, പനങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭാരവാഹികൾ എത്ര തവണ PT ഉഷയുടെ ഓഫീസിൽ വെച്ച് സംസാരിച്ചു ഈ കാര്യത്തെ സംബന്ധിച്ചൊന്ന് അന്വേഷിക്കൂ. PT ഉഷയുടെ ഓഫീസിൽ വെച്ച് പഞ്ചായത്തിന്റെ ഭാരവാഹികൾ ഈ റോഡുമായി ബന്ധപ്പെട്ട് എത്ര തവണ സംസാരിച്ചു എന്ന് നിങ്ങളൊന്ന് PT ഉഷയോട് അന്വേഷിക്കൂ. എന്നിട്ട് യഥാർത്ഥ ശേഖരിക്കൂ. അതല്ലാതെ കേട്ടതിന്റെ അടിസ്ഥാനം മാത്രമാണ് സംസാരിക്കേണ്ടത്. ഇനി ഞാൻ സംസാരിച്ചോട്ടെ. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ എന്റെ സുഹൃത്ത് ശ്രീ രാജു P. നായർ ചോദിച്ച ഒരു ചോദ്യത്തിനോട് അദ്ദേഹം വളരെ ഓപ്പൺ ആയിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ഉത്തരം ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിലുള്ള പ്രോപ്പർട്ടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ സമയത്ത് അത് നിങ്ങൾ വിവരാവകാശം വഴി അന്വേഷിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. നേരെ മറിച്ച് ഇത് എന്നാണ് അവിടെ ചേർക്കപ്പെട്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് അദ്ദേഹം വിവരാവകാശത്തെ കൂട്ടുപിടിക്കുന്നത്? അദ്ദേഹത്തിന് അറിയില്ല എങ്കിൽ അറിയില്ല എന്ന് പറയുക. അദ്ദേഹത്തിന് അറിയാവുന്ന വിവരമാണെങ്കിൽ അത് അറിയുമെങ്കിൽ ഞാൻ പറയാം കൃത്യമായി ഏത് വർഷത്തിലാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പറയട്ടെ ഏത് വർഷത്തിലാണ് അങ്ങനെ ഉൾപ്പെടുത്തിയത് എന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഇത് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ഉഷ സ്കൂളിന്റെ ഭാരവാഹികൾ പഞ്ചായത്തിൽ വന്ന് അവർ നിലവിലുള്ള നിയമം അനുസരിച്ച് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് അവർക്ക്. അത് അവരോട് ചോദിച്ചാൽ അവർ പറയും. അങ്ങനെ ആ രേഖ കോടതിയിൽ തെളിയിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ പഞ്ചായത്ത് സെക്രട്ടറിയെ കോടതി വിളിച്ച് അവിടെ ചോദ്യം ചെയ്തു. അതിന് പഞ്ചായത്ത് സെക്രട്ടറിയെ ഈ ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്ത സമയത്ത് പഞ്ചായത്ത് സെക്രട്ടറി കോടതിയിൽ ഈ രേഖ സമർപ്പിക്കുകയും ചെയ്തു. ഇത് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിലുള്ള രേഖയാണ് എന്ന് പറയുകയും ചെയ്തു. അതെല്ലാം തെളിവാണ്, രേഖയാണ്. പക്ഷേ ഇന്നത്തെ ചർച്ചയിലേക്ക് വരുന്ന സമയത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്ന് മുൻകൂട്ടി പറയാത്തത് കൊണ്ട് ഇതൊന്നും ഞാൻ ശേഖരിച്ചില്ല എന്നുള്ളത് ശരിയാ.
പക്ഷെ ഞങ്ങൾക്ക് അല്ല, ഇതിന്റെ അകത്ത് ബഹുമാനപ്പെട്ട രാഷ്ട്രീയമില്ല. പ്രസിഡന്റ്, അവിടെ അല്ല നിങ്ങൾക്ക് പ്രശ്നം. ഇതിന്റെ അകത്ത് ബഹുമാനപ്പെട്ട രാഷ്ട്രീയം ഉണ്ടാക്കി പ്രസിഡന്റ്, CPM ബഹുമാനപ്പെട്ട ഇതുകൊണ്ട് പ്രസിഡന്റ്, എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ ബഹുമാനപ്പെട്ട അതൊന്നും നടക്കാൻ പ്രസിഡന്റ് പോകുന്നില്ല. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു വഴി ആ സ്ഥലത്തുണ്ടായിരുന്നില്ല. അതാണ്. തർക്കങ്ങൾ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്കും പനങ്ങാട് ഗ്രാമപഞ്ചായത്തും തമ്മിൽ ഉണ്ടായതിനു ശേഷം 2015 ഇത്തരം ആസ്തിയിലേക്ക് പഞ്ചായത്ത് അത് ഏറ്റെടുക്കണം അല്ലെങ്കിൽ പഞ്ചായത്ത് ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തിയത് എന്നാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്കിന്റെ MP-യുടെ ഓഫീസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം. ഓക്കെ, ഏതായാലും സമയപരിമിതി കൊണ്ട് ചർച്ച മറ്റൊരു രീതിയിലേക്ക് വഴി തുറക്കുന്നുണ്ട്. അത് പഞ്ചായത്ത് പറയുന്നത് ഈ വിഷയം കോടതിയുടെ മുന്നിൽ വരെ വന്ന വിഷയമാണ് എന്ന് പറയുമ്പോൾ പോലും ചില വിഷയങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഒരു ക്ലാരിഫിക്കേഷൻ കുറവുണ്ട്. പ്രത്യേകിച്ച് PT ഉഷ അനധികൃത നിർമ്മാണം എന്നുള്ളൊരു വാക്കെടുത്ത് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളെ വന്ന് കണ്ടിട്ടുള്ളതെന്ന് ചർച്ചയുടെ അവസാന മണിക്കൂറിൽ ആണ് അങ്ങനെ ഒരു ഒരു ട്വിസ്റ്റിലേക്ക് ഈ കാര്യങ്ങൾ പോയത് കൊണ്ടാണ് നമുക്കത് വിശദമായി അതിലേക്ക് പിന്നെ കൂടുതൽ കടക്കാൻ കഴിയാത്തത്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയ പകപോക്കലുണ്ടോ എന്നുള്ള പ്രധാനമായിട്ടുള്ള ചോദ്യമായിരുന്നു പ്രൈം ഡിബേറ്റ് ചോദിച്ചതെങ്കിൽ പോലും 66% പേർ അങ്ങനെയാണെന്നും 13% അല്ല എന്നുള്ള അഭിപ്രായം പറയുമ്പോൾ ഈ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിന്റെ ഭൂമിയിൽ നടക്കുന്ന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിനകത്തൊരു നിയമലംഘനമുണ്ടെങ്കിൽ അത് ആരുടെ ഭാഗത്താണെന്നുള്ളത് കൂടുതൽ വ്യക്തമായ പരിശോധനകൾ നടത്തേണ്ട ആവശ്യമുണ്ട് എന്നുള്ള ഏകദേശം ഒരു ധാരണ തന്നെ പ്രൈം ഡിബേറ്റിൽ പാനലിസ്റ്റുകളുടെ ഈ ചർച്ചയിൽ വരുന്നു. പഞ്ചായത്തിന്റെ അഭിപ്രായം കൂടിയാണ് ഏതായാലും വ്യക്തമെന്ന്. ഖേദമുണ്ട് അതിഥികളിലേക്ക് കൂടുതൽ പോകാൻ കഴിയാതെ ചർച്ച അങ്ങനെ അവസാനിപ്പിക്കേണ്ടി വന്നാൽ സമയപരിമിതി ഇല്ലാത്തതുകൊണ്ട് മറ്റ് ഒന്നും ചെയ്യാൻ കഴിയില്ല. വളരെയധികം നന്ദി ശ്രീജിത്ത് പണിക്കർ, രാജു പി നായർ, ശ്രീ VM കുട്ടികൃഷ്ണൻ, ഒപ്പം ലിബിൻ ബാലുശ്ശേരി ചർച്ചയിൽ പങ്കെടുത്ത് നേരത്തെ CK രാജേഷ് കുമാറിനോടും നന്ദി രേഖപ്പെടുത്തുന്നു. പൂർണ്ണമാകുന്നു പ്രൈം ഡിബേറ്റ്. നമസ്കാരം.